നമ്മളിന്ന് കുറച്ച് നേരം ഈശോയെ ആരാധിക്കാൻ വേണ്ടി ഒരുങ്ങുന്നതിന് മുമ്പ് വചനത്തിലൂടെ ഈശോയെ അറിയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമുക്കറിയാം, ആരാധിക്കുന്ന സമയവും കർത്താവിൻ്റെ വചനം കേൾക്കുന്ന സമയമെല്ലാം സ്വർഗം തുറക്കപ്പെട്ട് നിൽക്കുന്ന അനുഭവമാണ്. കർത്താവിൻ്റെ വചനം നമ്മൾ കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന സമയം, കർത്താവിനെ നമ്മൾ ആരാധിക്കുന്ന സമയം സ്വർഗം തുറന്നിരിക്കുന്ന സമയമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ സ്വർഗം തുറന്നിരിക്കുന്നു വെച്ചാൽ ഈശോയുടെ കണ്ണ് ഇവിടെയുള്ളവരെ നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിഷമം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, നമുക്കൊരു സങ്കടം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്താണ്? ഈശോയെ എന്നെ ഒന്ന് നോക്കിയേക്കണം, എന്നെ നോർത്തേക്കണം, ഞാൻ ഇവിടെ ഉണ്ടെന്നൊന്ന് മൈൻഡ് ചെയ്തേക്കണം. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഓർക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഇരുന്ന് നിങ്ങൾ ആരാധിക്കുമ്പോൾ, ഈശോയുടെ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ ഈശോയെ നമ്മളൊന്ന് റിമൈൻഡ് ചെയ്യാണ്, നമ്മളിവിടെ തന്നെ ഉണ്ട്, എന്നെ ഒന്ന് നോക്കിയേക്കണം. ഈശോ ഈ ആലയത്തിലേക്ക് കണ്ണ് തുറന്ന് പിടിച്ചിരിക്കുന്ന സമയമാണ്. വലതുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. കർത്താവ് നോക്കിയുള്ള ഒരു അനുഗ്രഹം എന്നറിയോ? കർത്താവ് ഇപ്പം എന്നെ നോക്കുകയെന്ന് വിചാരിച്ചാൽ ഉള്ള അനുഗ്രഹം എന്നറിയോ? നമ്മൾ ഈ കഥകളിലൊക്കെ വായിക്കുന്ന ഒരു വാക്കുണ്ട്, പ്രത്യേകിച്ച് ഈ പുരാണ കഥകളിലോ ഇതിഹാസങ്ങളിലോ ഒക്കെ വായിക്കുന്ന മലയാളത്തിലെ സുന്ദരമായൊരു വാക്കാണ് പ്രസാദിക്കുക. കേട്ടിട്ടുണ്ടോ? പ്രസാദിക്കുക. പണ്ടത്തെ കഥകളിലൊക്കെ നമ്മളിങ്ങനെ വായിച്ചിട്ടുണ്ട്, ഇവരിങ്ങനെ തപസ്സിരുന്നു, അവർ വിശ്വസിച്ചിരുന്ന ഒരു ദൈവസങ്കല്പത്തെ പ്രസാദിപ്പിക്കാൻ. നമ്മളങ്ങനെ ഒരു ദൈവസങ്കല്പത്തെ പ്രസാദിപ്പിക്കുകയല്ല, നമ്മുടെ ചിന്തയും നമ്മുടെ ശ്വാസവും നമ്മുടെ ആശ്വാസവും നമ്മുടെ സർവസ്വവുമായ ആ ദൈവത്തിൻ്റെ ഇഷ്ടം നേടി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നല്ല ശ്രദ്ധയോടെ ഇരിക്കണേ. നമ്മൾ പ്രസാദിപ്പിക്കാൻ വേണ്ടി ജീവിക്കുകയല്ല, നമ്മുടെ ഈശോയ്ക്ക് നമ്മളോടൊരു ഇഷ്ടം തോന്നണം, സ്നേഹം തോന്നണം. അങ്ങനെയാണ് നമ്മുടെ ജീവിതം സുന്ദരമായി. പറഞ്ഞേ ഹല്ലേലൂയ. പറ, നിങ്ങളെ ഈശോയ്ക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ഈ പാപി, ഈ തല്ലിപ്പൊളി, ഈ കുസൃതിനെയൊക്കെ ഈശോയ്ക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്, വല്ലാത്തൊരു ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കുക. നമ്മൾ ക്രിസ്തുമസിൻ്റെ അടുത്ത മണിക്കൂറിലായതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് ഗബ്രിയേൽ ദൂതൻ പറയുന്നൊരു വാക്ക് ഈ കഴിഞ്ഞ കുറേ ആഴ്ചകളിൽ പല സ്ഥലങ്ങളിൽ ധ്യാനിപ്പിച്ചപ്പോഴെല്ലാം ഞാൻ ഈ ഒരൊറ്റ ഭാഗം വെച്ചുകൊണ്ടാണ് പല ഇടവകളിൽ ധ്യാനിപ്പിച്ചത്. ലൂക്കാ സുവിശേഷം 1-ാമത്തെ അധ്യായം. അതിനകത്ത് മിസ് ചെയ്തൊരു കളഞ്ഞ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാൻ പോവാണ്. പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്നിട്ട് ഗബ്രിയേൽ ദൂതൻ പറയുന്ന ഒരു കാര്യമുണ്ട്. 2-ാമത്തെ കാര്യം, ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് പറഞ്ഞത്? ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഒരു ഭയങ്കര സാഹിത്യപരമായ അല്ലെങ്കിൽ ഇച്ചിരി കട്ടി ലാംഗ്വേജാണ്. വളരെ സിമ്പിളായിട്ട് മലയാളത്തിൽ പറഞ്ഞാൽ, കർത്താവിന് നിന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, ഗോഡ് ഹാസ് ഫൗണ്ട് ഫേവർ വിത്ത് യു. നിന്നിൽ എന്തോ കണ്ട് കർത്താവിന് ഇഷ്ടപ്പെട്ടു. പറഞ്ഞേ ഹല്ലേലൂയ. അത് പരിശുദ്ധ അമ്മയോട് മാത്രമായിട്ട് പറയുന്നതല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ മുമ്പിൽ ഇരുന്ന് വചനം കേൾക്കുന്ന, ഈശോയെ ആരാധിക്കുന്ന, ഈശോയെ അങ്ങ് ഇഷ്ടപ്പെടുന്ന നമ്മളെ നോക്കിയിട്ട് ഈശോ പറയുന്ന ഒറ്റ കാര്യം, ഐ ഹാവ് ഫൗണ്ട് ഫേവർ വിത്ത് യു. നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറ ഹല്ലേലൂയ. സത്യം പറ, നിങ്ങളെ ഇഷ്ടപ്പെട്ടോ ഈശോയ്ക്ക്? എന്നാ കണ്ടിട്ടാ ഈശോയെ എന്ന് ചോദിക്കണം. ഈ ഒന്നുമില്ലാന്ന് പറയുന്ന നമ്മളെ, ഞാനൊരു പാപിയാന്ന് പറയുന്ന നമ്മളെ, ഈശോയെ നീ അല്ലാണ്ട് എനിക്ക് ആശ്രയിക്കാൻ വേറെ ആരും ഇല്ലയെന്ന് പറയുന്ന നമ്മളെ, പാവപ്പെട്ട നമ്മളെ ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, വല്ലാത്തൊരു ഇഷ്ടമാണ്. ശക്തിയോടെ സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ദാനിയേലിൻ്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ ഈ ഗബ്രിയേൽ ദൂതൻ തന്നെ വന്ന് ദാനിയേലിനോട് പറയുന്നുണ്ട്, ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ, ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ. പഴയ നിയമത്തിൽ വന്നെടുക്കാമോ? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം, 10ഉം 11ഉം. ദൂതനും ദൈവസാന്നിധ്യവും ഒക്കെ അടുത്ത് വന്ന് ദാനിയേലിനോട് പറയുന്നത് 10 ഇങ്ങനെയാണ് വായിക്കുക, എന്നാൽ ഒരു കരം എന്നെ സ്പർശിച്ചു, അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു, വിറയലോടെ ആണെങ്കിലും മുട്ടും കൈയും ഊന്നി ഞാൻ നിന്നു. അടുത്ത വാക്യം, അവൻ എന്നോട് പറഞ്ഞു, ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ, എഴുന്നേൽക്കുക, ഞാൻ നിന്നോട് പറയുന്ന വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക, എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ്. അവനിത് പറഞ്ഞപ്പോൾ ഞാൻ വിറയലോടെ നിവർന്നു നിന്നു. എന്നുവെച്ചാൽ ഈ ദാനിയേൽ കേട്ട സുവിശേഷമല്ല ഇത്. നമ്മൾ ഓരോരുത്തരോടും അറിയാം, ദാനിയേലിൻ്റെ ആ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ കുറേ ദിവസം ഉപവസിച്ച് തളർന്ന് ഊപ്പാട് വന്നിരിക്കുകയാണ്. നമ്മൾ ഉപവസിച്ച് ഊപ്പാട് വന്നിരിക്കുകയല്ലായിരിക്കും, നമ്മൾ തളർന്നിരിക്കുകയായിരിക്കും, നമ്മൾ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും, നമ്മുടെ ജീവിതം ചിലപ്പോൾ നിരാശയിലൂടെ കടന്നു പോകായിരിക്കും. ദാനിയേൽ എഴുന്നേറ്റ് നിൽക്കുന്നത് നിങ്ങളൊന്ന് വായിച്ചേ, ഒരു കരം എന്നെ സ്പർശിച്ചു, ഈ രോഗിയായ എന്നെ, ഈ വേദനിക്കുന്ന എന്നെ, എന്നാ ചെയ്യണമെന്നറിയാതെ പെടാപ്പാട് നട്ടം തിരിയുന്ന എന്നെ ഒരു കരം സ്പർശിക്കുകയാണ്. ദൈവ സാന്നിധ്യം എന്നെ തൊട്ട് നിൽക്കുകയാണ്. അങ്ങനെ തൊട്ടവരാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഓരോരുത്തരും. ഇല്ലേ, തളർന്ന് അടിഞ്ഞ് മരിച്ച് അടങ്ങിപ്പോയനെ. എവിടെയോ വെച്ചൊരു വചനത്തിലൂടെ, ഒരു ആരാധനയുടെ മണിക്കൂറിൽ, ഒരു പേഴ്സണൽ പ്രയറിൻ്റെ സമയത്ത് ഈ കരം, നിങ്ങൾ കാണാത്ത ഒരു കരം നിങ്ങളെ തൊട്ടിട്ടുണ്ട്. ഇല്ലേ, ഇങ്ങനെ നിൽക്കൂല.
പറഞ്ഞേ ഹല്ലേലൂയ. ഈ പാപിയെ, ഈ ബലഹീനയെ, ഈ കുറവുള്ളവളെ, ഈ സങ്കടമുള്ളവനെ ഒരു കരം സ്പർശിച്ചിട്ടുണ്ട്. കർത്താവിന്റെ അധികാരമുള്ള കരം തൊട്ടു, നമ്മൾ എഴുന്നേറ്റു. പറഞ്ഞേ ഹല്ലേലൂയ. തൊട്ടടുത്ത വാക്കിങ്ങനെയാണ്, അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു. എന്തൊരു അഭിഷേകം ആ വചനത്തിൽ നിന്ന് ഓർത്ത് നോക്കിയേ. ഈ തളർന്ന് കിടന്ന് എന്നെ, ഈ വേദനിച്ച് എന്നെ, പട്ടിണി കിടന്ന് നട്ടം തിരിഞ്ഞ് പ്രാർത്ഥിച്ച് എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരാൾ എൻ്റെ കൂടെയുണ്ട്. ഈശോ. യാട്ടിടയന്മാർ കേട്ട സുവിശേഷം ഓർക്കണം. നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശുക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. എന്നെ തോളെ തൊടുന്നവൻ, എന്നെ കൈപിടിച്ച് എഴുന്നേക്കാൻ പറയുന്നവൻ. അടുത്ത വാക്യം ഇങ്ങനെയാണ്, വിറയലോടെ ആണെങ്കിലും, വായിച്ചേ, വിറയലോടെ ആണെങ്കിലും മുട്ടും കൈയും ഊന്നി ഞാൻ നിന്നു. അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാമോ? അതെന്താ സംഭവം എന്ന് പിടികിട്ടിയോ? അയാളിങ്ങനെ വിറച്ച് തുള്ളി നിൽക്കുകയാണ്. പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട് ചിന്തിക്കുകയാണ്. മാനുഷികമായിട്ടൊക്കെ നമ്മുടെ ഒരു സിറ്റുവേഷൻ ചിന്തിച്ചാൽ, ഇനി കർത്താവെ പ്രതീക്ഷയ്ക്കൊന്നും വകുപ്പില്ല, ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ചു പോകുന്ന അവസരങ്ങളിൽ ഒരു കരം വന്ന് തൊടുകയാണ്. വാക്കിലൂടെ ആയിരിക്കാം, വചന ധ്യാനത്തിലൂടെ ആയിരിക്കാം. കർത്താവിൻ്റെ കരം, കർത്താവിൻ്റെ അധികാരം നിന്നെ തോണ്ടി എഴുന്നേൽപ്പിക്കുകയാണ്. എഴുന്നേക്കാൻ പറയാണ്. അവൻ എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തുകയാണ്. കാരണം എനിക്ക് ഒറ്റയ്ക്ക് എഴുന്നേക്കാൻ ശക്തി ഇല്ലാത്തതുകൊണ്ട് ഈശോ സ്വന്തം കരം കൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. വിറയലോടെ ആണെങ്കിലും ഞാൻ എഴുന്നേറ്റു എന്നല്ല, മുട്ടും കയ്യും കുത്തി ഞാൻ നിന്നു. അതെങ്ങനെയാണത്? പള്ളിയിലിരുന്ന് അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? സാഷ്ടാംഗ പ്രണാമത്തിൻ്റെയൊക്കെ ഒരു ആദ്യത്തെ ഭാഗമാണത്. എഴുന്നേക്കാൻ പറ്റുന്നില്ല. പള്ളിയിലാണേലും ജീവിതത്തിലാണേലും ഈ സങ്കടത്തിൻ്റെ ഭാരം കാരണം, ഈ രോഗത്തിൻ്റെ വേദനകൾ കാരണം എഴുന്നേക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ കാലത്തിൻ്റെ നിരാശകൾ, ഓർമ്മകൾ കാരണം കർത്താവ് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചാലും മുട്ടും കൈയും ഒക്കെ കുത്തി അങ്ങ് നിൽക്കുക. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ആ വചനഭാഗം ഒന്ന് ഡെമോ ചെയ്ത് നോക്കണം കേട്ടോ. അതെങ്ങനെയാണ് നിൽക്കുന്നത്? മുട്ടും കൈയും കുത്തി അവിടെ നിൽക്കുകയാണ്. പക്ഷെ അയാൾ എഴുന്നേറ്റു. വിറച്ച് മുട്ടും കൈയും കുത്തി നിന്ന ദാനിയേൽ പിന്നെ എഴുന്നേൽക്കുന്നുണ്ട്, നിവർന്നു നിന്നു. 11-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം ഇങ്ങനെയാണ്, അവൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിറയലോടെ നിവർന്നു നിന്നു. ശ്രദ്ധിച്ചേ, എപ്പോഴാണ് നിവർന്നു നിന്നേ? എപ്പോഴാണ് നിവർന്നു നിന്നേ? നമ്മളൊക്കെ എപ്പോഴാണ് നിവർന്ന് നിൽക്കാൻ പോകുന്നതെന്നറിയോ? ഈ വാക്ക് കേൾക്കണം. അവനിത് കേട്ടപ്പോൾ നിവർന്ന് നിന്നു. എന്നത് കേട്ടപ്പോൾ? ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ. എന്ന് വെച്ചാൽ ഈ രോഗിയെ, ഈ സങ്കടപ്പെടുന്നവരെ, ഈ പാപിയെ ഇപ്പോഴും ബിലവഡായിട്ട്, പ്രിയപ്പെട്ടതായിട്ട് കാണുന്ന ഒരാളുണ്ടെന്നറിയുമ്പോൾ നമുക്ക് പിന്നെ മുട്ട നിൽക്കാൻ പറ്റില്ല, നമുക്ക് പിന്നെ എഴയാൻ പറ്റില്ല, നമുക്ക് പിന്നെ നിരങ്ങാൻ പറ്റില്ല. നമുക്ക് പിന്നെ നിവർന്ന് നിന്നേ മതിയാവൂ. എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന, എന്നെ ഇപ്പോഴും പ്രിയപ്പെട്ടവൻ, പ്രിയപ്പെട്ടവളെ കാണുന്ന ഒരാൾ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ഈശോ. വിറയലോടെ ആണേലും ഞാൻ എഴുന്നേക്കും. കയ്യും കാലും കുത്തി നിൽക്കേണ്ട അവസ്ഥ വന്നാലും അവൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ നിവർന്ന് നിൽക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. തൊട്ടടുത്ത വാക്യം ശ്രദ്ധിച്ചേ. 12-ാമത്തെ വാക്യം വായിച്ചോർക്കെ വായിക്കാമോ? അവൻ പറഞ്ഞു, ദാനിയേലേ ഭയപ്പെടണ്ട, ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിന് മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിലേക്ക് വന്ന സമയം മുതൽ, ഒരു സ്വപ്നം നിങ്ങളുടെ ഉള്ളിൽ ഈശോ രൂപം തന്ന സമയം മുതൽ, നിങ്ങളൊരു സങ്കടത്തിൻ്റെ നെരിപ്പോടിൽ കടന്ന് ഉരുകി ഒലിച്ച് കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി എളിമപ്പെട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആ സമയം മുതൽ നിന്റെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞു. കത്തയച്ചിട്ടുണ്ട്, ഇങ്ങ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറ ഹല്ലേലൂയ. നിവർന്ന് നിൽക്കാൻ നമുക്ക് ഈ ഒരൊറ്റ കാരണം മതി. കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, അത് കേട്ടിട്ടുണ്ട് ഒരാൾ. ചെവി അടച്ചു വെച്ചിരിക്കുന്ന, കണ്ണടച്ചു പിടിക്കുന്ന ഒരാളുടെ മുമ്പിലേക്കല്ല, ഒരു ദൈവസങ്കല്പത്തിൻ്റെ മുമ്പിലേക്കല്ല, സത്യമായും ജീവിക്കുന്ന ഏകരക്ഷകനായ ക്രിസ്തുവിൻ്റെ മുമ്പിലേക്കാണ് നീ നിന്റെ സങ്കടം മുഴുവൻ ഇറക്കി വെച്ചത്, നിന്റെ വേദനകൾ ഇറക്കി വെച്ചത്. ഈ ക്രിസ്തുമസ് കാലത്തും ഒരു പുൽക്കൂട് പണിയാൻ പറ്റാതെ ഒരു കാലിത്തൊഴുത്ത് പണിത ജീവിതങ്ങളുമായിട്ട് നമ്മൾ ഈ നീറിപ്പൊകഞ്ഞ് പറഞ്ഞതെല്ലാം ആ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവിൻ്റെ മുമ്പിലാണ്. നീ എളിമപ്പെട്ട് പ്രാർത്ഥിച്ച സമയം മുതൽ നിന്റെ പ്രാർത്ഥന അവൻ കേട്ടു തുടങ്ങിയിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കും, മനുഷ്യരൂപം ഉണ്ടായിരുന്നവൻ എന്നെ സ്പർശിച്ച് ശക്തി പകർന്നു. മനുഷ്യരൂപം ഉണ്ടായിരുന്നവൻ എന്നെ സ്പർശിച്ച് ശക്തി പകർന്നു. അടുത്ത വാക്യം അഭിഷേകത്തോട് വായിച്ചേ. അവൻ പറഞ്ഞു, ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ, നീ ഭയപ്പെടണ്ട. വാക്യം, നിനക്ക് സമാധാനം, ശക്തനും ധീരനുമായിരിക്കുക. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ശക്തി പ്രാപിച്ച ഞാൻ പറഞ്ഞു, പ്രഭോ സംസാരിച്ചാലും അങ്ങനെ ശക്തനാക്കിയിരിക്കുന്നു. കിട്ടുന്നുണ്ടോ?
എന്നുവെച്ചാൽ ഈ കർത്താവിൻ്റെ വാക്ക് കേട്ടിരിക്കുമ്പോൾ തന്നെ തളർന്നു പോയ നമ്മൾ എഴുന്നേൽക്കുകയാണ്, ശക്തി പ്രാപിക്കുകയാണ്. മനുഷ്യരൂപം ഉണ്ടായിരുന്ന ഒരുവൻ എന്നെ സ്പർശിച്ചു, എന്നിട്ട് എന്നോട് പറഞ്ഞു, ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ, നീ ഭയപ്പെടണ്ട. പലതരം നെഞ്ചോട് ചേർത്ത് പിടി, പറ, ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യ, പറഞ്ഞേ, നീ ഭയപ്പെടണ്ട, നിനക്ക് സമാധാനം, ശക്തനും ധീരനുമായിരിക്കുക. അടുത്തിരിക്കുന്ന എപ്പിടി പറ, ഏറ്റവും പ്രിയപ്പെട്ടവനാ മനുഷ്യ, പറഞ്ഞേ. അതവർക്ക് ചിലപ്പോൾ നിങ്ങളോട് പ്രണയം തോന്നും, അങ്ങനെ പറയണ്ട. ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യ, പറഞ്ഞേ, ഭയപ്പെടണ്ട, പറ, ശക്തനും ധീരനുമായിരിക്കുക. മതി, അത്രയും മതി. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ശക്തി പ്രാപിച്ചു, അങ്ങയുടെ വാക്ക് കേട്ടപ്പോൾ ഞാൻ ശക്തി പ്രാപിച്ചു, അങ്ങനെ ശക്തനായിരിക്കുന്നു. വലതുയർത്തി ഒന്ന് പറഞ്ഞേ, കർത്താവേ, അങ്ങനെ ശക്തനാക്കിയിരിക്കുന്നു. നമുക്ക് ബലം നൽകുന്നത് ആരാണ്? ഈശോയാണ്, ഈശോയുടെ വാക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്നുള്ള കുറച്ച് സമയം നമ്മൾ ആ വാക്ക് കേൾക്കാൻ പോവാണ്. നമ്മളെ ശക്തിപ്പെടുത്തുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ പ്രിയപ്പെട്ടവരായിട്ട് കണക്കാക്കി നമ്മളെ ബലം നൽകി നിവർത്തി നേരെ നിർത്തുന്ന ആ കർത്താവിൻ്റെ വാക്ക് നമ്മൾ കേൾക്കുകയാണ്. ഇപ്പം കേട്ടത് ആ വാക്കാണ്, ഇനി കേൾക്കാനുള്ളതും നമ്മളെ ശക്തിപ്പെടുത്തേണ്ടതും ഒരൊറ്റ വാക്കാണ്, ഈശോയുടെ ശക്തിയുള്ള വാക്ക്. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സോ പരിശുദ്ധ അമ്മയുടെ അടുത്തും ദാനിയേലിൻ്റെ അടുത്തും പ്രീതി തോന്നിയ, പ്രസാദം തോന്നിയ, ഇഷ്ടം തോന്നിയ, ഈ ഫേവർ തോന്നിയ കർത്താവിന് നമ്മളോടും ഇഷ്ടം തോന്നണോ? മാതാവിനോട് ഇഷ്ടം തോന്നി, നല്ല കാര്യം. ദാനിയേലിനോട് ഇഷ്ടം തോന്നി, അതിനിപ്പോൾ നമുക്ക് എന്നാന്നും ചിന്തിച്ചിരിക്കരുത്, നമ്മളോട് ഇഷ്ടം തോന്നണമല്ലോ. അങ്ങനെ തോന്നണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ വൺ ഡേക്ക് നമ്മൾ ധ്യാനിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അബ്രഹാമിനെ കർത്താവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ വാഗ്ദാനമൊക്കെ കൊടുത്തത്, ഉടമ്പടിയൊക്കെ ചെയ്തത്. അയാൾ കാണാത്ത നക്ഷത്രങ്ങളെയൊക്കെ അയാൾ വിശ്വസിച്ചത്. അയാളിലൂടെ, അയാളുടെ സന്തതിയിലൂടെ ലോകത്തെ മുഴുവൻ കർത്താവ് അനുഗ്രഹിച്ചത്. കർത്താവിന് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഒരാളെ തിരഞ്ഞെടുക്കുക. കർത്താവിന് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഒരാളെ തിരഞ്ഞെടുക്കുക. പഴയ നിയമത്തിൽ ഇങ്ങനെ ഒത്തിരി വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്ന മറ്റൊരു വ്യക്തിത്വമാണ് നമ്മൾ നിന്ന് ചിന്തിച്ച് തുടങ്ങുന്നത്. പഴയ നിയമത്തിൽ ഒരു മിടുക്കനായ ഒരു അപ്പച്ചനെ കുറിച്ചാണ്. നോഹ. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം എടുക്കാമോ? ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം. ഈ നോഹയെ കർത്താവിന്, കുറേ ആളുകളുടെ ഇടയിൽ നിന്ന് നോഹയെ കർത്താവിന് ഇഷ്ടപ്പെട്ടു എന്നൊരു വചനം കാണുന്നുണ്ട്. 6-ാമത്തെ അധ്യായം, ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം, അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളാണ്, മുഴുവൻ വായിക്കേണ്ടതില്ല. അതിൻ്റെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണ്: ഭൂമിയിൽ ദുഷ്ടത വർദ്ധിക്കുന്നു, എല്ലാവരും പാപം ചെയ്യുന്നു, തല്ലിപ്പൊളികളൊക്കെ ആയിട്ട് പോകുന്നു. 8-ാമത്തെ വാക്യം ഉറക്കെ ഒന്ന് വായിക്കാമോ? എന്നാൽ നോഹ കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായി. കർത്താവിന് നോഹയെ ഇഷ്ടപ്പെട്ടു. പാപം നിറഞ്ഞൊരു ലോകം, വഴിതെറ്റിപ്പോകുന്നൊരു ലോകം, പല രീതികളിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നൊരു ലോകം, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാത്ത മനുഷ്യർ, അതിനിടയിൽ ഒരാളെ കർത്താവിന് ഇഷ്ടപ്പെട്ടു. പറഞ്ഞേ ഹല്ലേലൂയ. ഈ 25 ദിവസങ്ങളിൽ പള്ളി പോകാത്തവരുണ്ടാവും. ഈ 25 ദിവസം വിശുദ്ധ ഗ്രന്ഥം തുറന്നു നോക്കാത്തവരുണ്ടാവും. ഈ 25 ദിവസം ചിലപ്പോൾ ഒരു കുമ്പസാരം, ഒരു ചടങ്ങിന് വേണ്ടി മാത്രം നടത്താൻ വേണ്ടി പള്ളിയെ കയറിയവരുണ്ടാവും. ദൈവത്തെ മറന്ന് നടക്കുന്ന, ദൈവത്തെ ഓർക്കാത്ത കുറേ ജനം, കുറേ അധികം ജനം. അതിനിടയ്ക്ക് കർത്താവിന് കുറച്ച് പേരെ ഇഷ്ടപ്പെട്ടു. അവർ കർത്താവിൻ്റെ പ്രീതിക്ക് കാരണമായി. അവരിന്ന് ഇവിടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിന് ഇഷ്ടപ്പെട്ട് ആകർഷിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നോഹയെ ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം 9-ാമത്തെ വാക്യത്തിലുണ്ട്. ഉറക്കെ വായിച്ചേ. ഇതാണ് നോഹയുടെ വംശാവലി. നോഹ നീതിമാനായിരുന്നു, ആ തലമുറയിലെ കറയറ്റ മനുഷ്യൻ. സർഫ് എക്സൽ ഉപയോഗിച്ചു തുണി കഴുകുന്നല്ല, ഹി വാസ് വെരി ക്ലീൻ. കറയറ്റ മനുഷ്യൻ. അതാണ് കർത്താവിന് ഇഷ്ടപ്പെടേണ്ടത്. കാരണം എന്താ വെച്ചാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ആളൊരു വിശുദ്ധനായിരുന്നു. ദൈവത്തിന് ഇഷ്ടപ്പെട്ട് വിശുദ്ധിയിൽ ജീവിച്ചു. അടുത്ത വാക്യം ഇങ്ങനെയാണ്: അവൻ ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്നു. ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്നെന്ന് വെച്ചാൽ എന്താ? പൗലോസ്ലേഖയുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ, എൻ്റെ കൺമുമ്പിൽ ക്രിസ്തു, ഞാനതുകൊണ്ട് പുറകെ നടക്കുന്നു. ക്രിസ്തു മാർഗം, വിശുദ്ധരുടെ വഴി, വിശുദ്ധരുടെ രാജവീതി, കർത്താവിൻ്റെ മാർഗത്തിൽ നടന്നു എന്ന് വെച്ചാൽ മുമ്പിൽ ദൈവത്തെ നോക്കി നടക്കുന്ന ഏതൊരു ജീവിതവും കർത്താവിന് ഇഷ്ടപ്പെട്ട ജീവിതമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. മുമ്പിൽ കടബാധ്യതയോ രോഗമോ വേദനയോ തിരസ്കാരങ്ങളോ അബദ്ധങ്ങളോ എല്ലാം ഉണ്ടാവും. മുമ്പിൽ പാപങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ നോട്ടം എങ്ങോട്ടാണ്? കൺമുമ്പിലുള്ള, മുമ്പിൽ നിന്ന് നയിക്കുന്ന, മുമ്പേ നടക്കുന്ന ആ കർത്താവിനെ നോക്കി നടക്കുന്ന, ആ മാർഗത്തിൽ നടക്കുന്ന സകലരും കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകം 18-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ സുന്ദരമായൊരു
ഒരു പ്രസ്താവന പൗരോഹിത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വാക്കിങ്ങനെയാണ്: തൻ്റെ മുൻപിൽ നിൽക്കാൻ, തൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് പുരോഹിതരെക്കുറിച്ച് മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് പറയുന്നൊരു കാര്യമല്ല. ഇത് ടോട്ടലി കർത്താവിൻ്റെ വചനം കേൾക്കുന്ന, കർത്താവിനെ ആരാധിക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന, ആ മാർഗത്തിൽ നടക്കുന്ന എല്ലാവരെക്കുറിച്ചും വചനം സാക്ഷ്യപ്പെടുന്ന ഇതാണ്. നമ്മുടെ ഒരു ഡ്യൂട്ടി ഇതാണ്: കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുക, അവിടുത്തെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുക. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിലാണോ നിൽക്കുന്നത്? അതെപ്പോഴാണ്? പള്ളി വരുമ്പോഴാണോ? പിന്നെ എപ്പോഴാണ്? എപ്പോഴും, എപ്പോഴും. ദാവീദ് ഇങ്ങനെ പറയുന്നില്ലേ 16-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യം: കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അതുകൊണ്ട് ഞാൻ കുലുങ്ങമാട്ടെ. എന്നുവെച്ചാൽ നേരെ കർത്താവിൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്നതിനെ കുറിച്ചല്ല, ഈ കർത്താവ് എൻ്റെ മുമ്പിൽ നിന്ന് മാറില്ല. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ് എൻ്റെ മുമ്പിൽ നിന്ന് മാറില്ല. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അതുകൊണ്ട് ഞാൻ കുലുങ്ങില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറ ഹല്ലേലൂയ. ദാനിയേലിനെ പോലെ തന്നെ നമ്മൾ വിറയ്ക്കുന്നുണ്ട്, കൈയും കാലും കുത്തി തലയും കുത്തിയൊക്കെ നിൽക്കാറുണ്ട്. പക്ഷെ ആ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ, ആ കരം നമ്മളെ തൊടുമ്പോൾ, വിറയലോടെ ആണേലും നമ്മളൊന്ന് പിടിച്ച് എഴുന്നേറ്റ് നേരെ നിൽക്കും. തളർത്താൻ ശ്രമിച്ച, നമ്മുടെ തല കുമ്പിടിപ്പിക്കാൻ ശ്രമിച്ച എല്ലാ സാഹചര്യങ്ങളുടെയും മുമ്പിൽ നമ്മളിങ്ങനെ നേരെ നിർത്തും. എൻ്റെ ശിരസ് ഉയർത്തിപ്പിടിക്കുന്ന കർത്താവിനെ നോക്കി. പറഞ്ഞേ ഹല്ലേലൂയ. വലതൊരു ഉയർത്തി ശക്തിയോടെ പറ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോഹയെ കർത്താവിന് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. കർത്താവിൻ്റെ മാർഗത്തിൽ നടന്നുകൊണ്ട് നമുക്കിന്ന് കുറച്ച് സമയം ഒന്ന് പേഴ്സണായിട്ട് നമുക്കൊരു ടോട്ടലി ഒരു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളൊരു ഗ്രൂപ്പായിട്ട്, പ്രത്യേകിച്ച് ക്രിസ്മസിൻ്റെ ഏറ്റവും അടുത്ത മണിക്കൂറിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഉണ്ണിക്കുട്ടൻ ഈശോയ്ക്ക് നമ്മളെ അങ്ങ് ഇഷ്ടപ്പെടണം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഈ പൂജരാജാക്കന്മാരെ പോലെ, ജ്ഞാനികളെ പോലെ, ആട്ടിടയന്മാരെ പോലെയൊക്കെ ശരിക്കും ഇൻ റിയാലിറ്റി ഈ കാലിത്തൊഴുത്തിൽ പോകാനൊരു അവസരം നമുക്ക് കിട്ടിയായിരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ആ ഒരു സീനൊന്ന് ചുമ്മാ വിഷ്വലൈസ് ചെയ്ത് നോക്കുക. ആ വീട്ടിലോട്ട് കയറി വരുന്ന, ആ കാലിത്തൊഴുത്തിലേക്ക് കയറി വരുന്ന എല്ലാവരെയും നോക്കി പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവും ഒക്കെ ചിരിക്കുന്നുണ്ടാവും. ഉണ്ണിക്കുട്ടൻ ചിരിക്കാനുള്ള പ്രായമായോ? അത്രയും നേരം കൊണ്ട് ചിരിക്കുമോ അറിയത്തില്ല. എന്നാലും കുഞ്ഞുവാവകളൊക്കെ ചിരിക്കുമെന്ന് അറിയത്തില്ല. പക്ഷേ ഈശോയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. അത് കുഞ്ഞുവാവയായാലും 33-കാരനായാലും ഇപ്പോൾ വിശുദ്ധ കുർബാനെ കാണുന്ന ഈ ദൈവമാണെങ്കിലും ഈശോ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടാവും. ഉറപ്പായിട്ടും ഉണ്ടോ? എനിക്കുറപ്പാണ്. ഈ പാപം ചെയ്യുമ്പോഴും ഈശോ നമ്മളെ നോക്കി ഒരു ചിരിയുണ്ട്. മോനെ ഞാൻ കാണുന്നുണ്ട് കേട്ടോളാ എന്ന് നോക്കിയൊരു ആക്കിയൊരു ചിരിയുണ്ട്. നമ്മളിപ്പോൾ സങ്കടപ്പെട്ടിരിക്കുമ്പോഴും ഈശോ ഒരു ചിരിയുണ്ട്. ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ് മോനെ, ജോസഫിൻ്റെ മോനായ ഞാൻ എന്ന് പറഞ്ഞ് ഈശോ ഒരു നോട്ടം, ഒരു ചിരിയുണ്ട്. സകല സമയവും ഈശോ പുഞ്ചിരിയാണ്. ചില പടങ്ങളിലൊക്കെ ഈശോ ഇങ്ങനെ നിത്യസേമാതാവിൻ്റെ പ്രിയപ്പെട്ട മകനായിട്ടൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ ഈശോ സന്തോഷത്തിലാണ്. നമ്മളിങ്ങനെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പം നമ്മൾ തളർന്ന് തരിപ്പണായിട്ട് നിൽക്കുമ്പോഴും എഴുന്നേക്കാൻ ഈശോയിലേക്ക് നമ്മൾ തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോൾ ഈശോ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിന് നിന്നോട് പ്രസാദം, ഇഷ്ടം, പ്രീതി തോന്നുന്നുണ്ട്. അത് എങ്ങനെ നമുക്കൊന്ന് അനുഭവിച്ചറിയാൻ പറ്റും? ആ സ്നേഹത്തിൽ എങ്ങനെ, ആ പ്രസാദത്തിൽ എങ്ങനെ നിലനിൽക്കാൻ പറ്റുമെന്ന് നമ്മളൊന്ന് വളരെ സിമ്പിളായിട്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്ന് ചിന്തിക്കാൻ വേണ്ടി പോവാണ്. ശ്രദ്ധിച്ചിരുന്നോളാമോ? ഈശോയ്ക്ക് നിങ്ങളോട് സ്നേഹം തോന്നണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടിക്കലി ഈശോയോട് വല്ലാത്തൊരു സ്നേഹം നിങ്ങൾക്കും തോന്നണം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറ ഹല്ലേലൂയ. മത്തായി സുവിശേഷം 22-ാമത്തെ അധ്യായം എടുക്കാവോ? മത്തായി സുവിശേഷം 22-ാമത്തെ അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 22 വേഴ്സ് 37. ഈശോ ഒരു കൽപ്പനയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. 22-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യം ഉറക്കെ വായിക്കാമോ? അവൻ പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. അടുത്ത വാക്ക് വായിച്ചേ, ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന. സോ ആസ് എ റൂൾ, ഒരപേക്ഷയായിട്ടൊന്നുമല്ല, ഒരു നിയമമായിട്ട് ഈശോ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ദൈവത്തെ സ്നേഹിക്കുക. എങ്ങനെ സ്നേഹിക്കുക? രോഗം വരുമ്പോൾ, വേദന വരുമ്പോൾ, പഞ്ചറായിട്ട് നിൽക്കുമ്പോൾ സ്നേഹിക്കുകയാണോ? ഇല്ല. എങ്ങനെ ആയാലും പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കുക. കർത്താവിനെ സ്നേഹിക്കുക. നിങ്ങൾ ഈശോയെ സ്നേഹിക്കുന്നവരാണോ? തമ്പുരാനെ, നീ ഇതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ, ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ശരിക്കും ആണെങ്കിൽ സ്തുതിയായിരിക്കട്ടെ. ഉമ്മ, ഈശോയുടെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. സോ അതൊരു കൽപ്പനയാണ്.
യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ തുടക്കത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, 11-ാമത്തെ വാക്യം, യോഹന്നാൻ 1:11. ഈശോയുടെ ഒരു സങ്കടത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. യോഹന്നാൻ 1:11 നമ്മളിവിടെ അവിടെ ഇങ്ങനെ വായിക്കും, അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. യോഹന്നാൻ സ്ലീഹ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈശോയുടെ ഒരു സങ്കടം, ദൈവത്തിന്റെ ഒരു വേദന ഇതാണ്. അവൻ തൻ്റെ ജനത്തിന്റെ അടുത്തേക്ക് വന്നിട്ടും അവർ അവനെ സ്വീകരിച്ചില്ല. മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ അടുത്ത്, മക്കളുടെ അടുത്ത്, മാതാപിതാക്കളുടെ അടുത്ത്, പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ അടുത്ത് അല്പസമയം വർത്തമാനം പറയാൻ, സ്നേഹിക്കാൻ, അവരുടെ അടുത്ത് കുറച്ചു നേരം മുട്ടിക്കൂടിയൊക്കെ ഇരിക്കാൻ ചെല്ലുമ്പോഴത്തേന് അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്താൽ, നിങ്ങളെ കേൾക്കാതിരുന്നാൽ, നിങ്ങളെ മൈൻഡ് ചെയ്യാതിരുന്നാൽ, നിങ്ങൾ അവിടെ ഉണ്ടെന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ജീവിച്ചാൽ സങ്കടം എത്ര വലുതായിരിക്കും. ടിപ്പ് നടിച്ചുകൊണ്ടിരിക്കുന്ന ചങ്ക ടപ്പ നടയും, നമ്മുടെ പണി പാളും. അത് നമ്മൾക്ക് സ്നേഹം തരാൻ ദൈവം നിയോഗിച്ച ചില ആളുകൾ അവരുടെ മുമ്പിൽ സ്നേഹത്തിന് വേണ്ടി പിച്ച് തേണ്ടുന്ന അവസ്ഥയ്ക്ക് പോയി നിൽക്കേണ്ട വന്നാൽ നമ്മുടെ ചങ്കിൻ്റെ മിടിപ്പ് മാറും, ശ്വാസത്തിൻ്റെ താളം തെറ്റും. അങ്ങനെയെങ്കിൽ നിനക്ക് ജീവൻ തന്ന, ശ്വാസം തന്ന, നിനക്ക് വേണ്ടി മരിച്ച, നിനക്ക് വേണ്ടി ജനിച്ച, നിനക്ക് വേണ്ടി ഇപ്പോഴും ജീവിക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന ഈശോ നിന്റെ അടുത്തേക്ക് വന്ന്, അവൻ തൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. ഈശോയുടെ വേദന ഒന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? മനുഷ്യർ ഇന്ന് ദൈവത്തെ, ഈശോയെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ്. കർത്താവിനെ തള്ളി പറഞ്ഞിട്ടോ, ദൈവം ഇല്ലാന്ന് പറഞ്ഞിട്ടോ, അവിശ്വാസം കാണിച്ചിട്ടോ ഒന്നുമല്ല. ഈ സ്നേഹം കാണിച്ചുകൊണ്ട് ഇറങ്ങി വന്നിട്ടും മൈൻഡ് ചെയ്യാതിരിക്കുന്നതാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ വിഷമം. പറഞ്ഞേ ഹല്ലേലൂയ. കൊണ്ടാണ് ആ വാക്ക് കൽപ്പനയായിട്ട് പറഞ്ഞേക്കുന്നത്, വേർ ഈസ് യുവർ പൂർണ്ണ ഹൃദയം, നിന്റെ പൂർണ്ണ സ്നേഹം എവിടെ, പൂർണ്ണ ആത്മാവ് എവിടെ, പൂർണ്ണ ശക്തി എവിടെ? ഇച്ചിരി സ്നേഹം, ഇച്ചിരി ആത്മാവ്, ഇച്ചിരി ശരീരം? നോ. ഈശോയെ നിന്റെ സർവശക്തിയോടും കൂടെ ലൈഫിലെ ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വെച്ച് സ്നേഹിക്കണം. ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ, മക്കളേക്കാൾ, അധികാരത്തേക്കാൾ, നിനക്ക് കിട്ടിയ സ്റ്റാറ്റസ്, സൗന്ദര്യം, കഴിവ്, എല്ലാത്തിനേക്കാൾ അപ്പുറമായി, മുകളിലായി ഈശോയെ സ്നേഹിക്കണം. ഈശോ ഈ കാര്യത്തിൽ ഭയങ്കര സ്വാർത്ഥതയാണ് കേട്ടോ, ഭയങ്കര സ്വാർത്ഥതയാണ്. തമ്പുരാനെ സ്നേഹിക്കാൻ വേണ്ടി വിളി കിട്ടിയവർ, വൈദികര്, സന്യസ്തരെ കുറിച്ചല്ല പറയുന്നത്, ടോട്ടൽ കോൾ. ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി പ്രത്യേകം വിളി കിട്ടിയവർ. ഇന്ന് ഈ വചനം കേട്ടുകൊടുക്കുക, നിങ്ങൾ അങ്ങനെ ഒരു വിളി കിട്ടിയവരാണ്. ഇല്ല ഇവിടെ വന്നിരിക്കുവോ? ഇല്ല, നമുക്ക് വേറെ പല വിളികളും കേൾക്കായിരുന്നു. ഈശോയുടെ സ്നേഹം കിട്ടിയവരാണ്. ഈശോ നമ്മൾ ഓരോരുത്തരും ആവശ്യപ്പെടുന്നത് ഒരു കണ്ടീഷൻ ഇല്ലാത്ത, ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്നേഹം. അവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു, ബാക്കി കർത്താവ് ഇച്ചിരി സമയം കൊണ്ട് നിന്നെ സ്നേഹിക്കാന്നല്ല. സകല കാര്യത്തിലും ആദ്യം ഈശോയ്ക്ക് പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഈ വിളി തിരിച്ചറിഞ്ഞ, ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ നമ്മൾ സ്നേഹിക്കാതിരുന്നാൽ നമ്മളായിരിക്കും ഈശോയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. കർത്താവിനെ കേൾക്കാത്തവര്, കർത്താവിനെ വിശ്വസിക്കാത്തവര്, ദൈവത്തെ തള്ളിപ്പറയുന്നവരൊക്കെ വിഷമിപ്പിക്കുന്നുണ്ടാവും. പക്ഷെ ഈശോയ്ക്ക് ഏറ്റവും വിഷമം എന്നാണെന്നറിയോ? സ്വന്തം ജനം എന്നെ അറിയുന്നില്ല. കാള തൻ്റെ ഉടയവനെ, കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടി അറിയുന്നു, എൻ്റെ ജനം അത് അറിയുന്നില്ല. അതുകൊണ്ടാണ് ആ സ്നേഹം വീണ്ടും അറിയിക്കാൻ വേണ്ടി അങ്ങനെ കാള വരുന്ന, കഴുതക്കുട്ടി വരുന്ന, ആട്ടുംകുഞ്ഞ് വരുന്ന ഒരു പുൽത്തൊട്ടിയിലേക്ക് ആ സ്നേഹം വന്നിറങ്ങിയത്. ഈശോ തൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, അവനെ അവർ സ്വീകരിച്ചില്ല. അടുത്ത വാക്യത്തിലൊരു പ്രത്യാശ യോഹന്നാൻ ശ്ലീഹ തരുന്നുണ്ട്, എന്നാൽ തന്നിൽ വിശ്വസിച്ചവർ, തന്നെ സ്നേഹിച്ചവർ, തന്നെ സ്വീകരിച്ചവർക്ക് ഈ ലോകത്തിൽ ആരും കൊടുക്കാൻ പറ്റാത്തൊരു വലിയ സ്നേഹവും വലിയൊരു അനുഗ്രഹവും ഈശോ കൊടുത്തു. ദൈവ മക്കളാവാൻ അവകാശം, കഴിവ് കൊടുത്തു. എന്നത് പിടികിട്ടുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈശോയെ നമ്മളിങ്ങനെ വിളിക്കുന്നു ദൈവപുത്രൻ, ദൈവത്തിൻ്റെ മകൻ. മാനുഷികമായ ഒരു ലൈനിൽ, ട്രിനിറ്റിയുടെ ഒരു ലൈനിൽ ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ മകൻ. ആ ഈശോയെ വിശ്വസിക്കുന്ന നമുക്ക് കിട്ടുന്ന സ്റ്റാറ്റസ് അപ്ഗ്രേഡ് എന്നാന്ന് പിടികിട്ടുന്നുണ്ടോ? ദൈവ മക്കളാവാൻ, എൻ്റെ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ എന്നെപ്പോലെ ഇരിക്കാൻ ഒരവകാശം, കഴിവ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. എന്താണ് യോഹന്നാനും യാക്കോബും വന്ന് ചോദിച്ചു, അപ്പുറം ഇപ്പുറം ഇരിക്കാനുള്ള അനുഗ്രഹം തരണം. അമ്മച്ചീനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിച്ചു. നിങ്ങളല്ല മക്കളെ തീരുമാനിക്കുന്നത്, ആര്? പിതാവ് തീരുമാനിക്കും. പിതാവ് തീരുമാനിക്കണമെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയോ? ഈ പുത്രനെ സ്വീകരിക്കുക. പുത്രനെ സ്വീകരിച്ചാൽ പിതാവ് നിന്നെ ദൈവത്തിൻ്റെ കുഞ്ഞാക്കി മാറ്റും. ഈശോയുടെ അപ്പുറം ഇപ്പുറയും ഇരുത്തിക്കൊള്ളും. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം എടുക്കാമോ? പഴയ നിയമത്തിലെ ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ദാനിയേൽ കഴിഞ്ഞ പാടെ ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം, എൻ്റെ 6-ാമത്തെ വാക്യം. ഈ പുസ്തകത്തിൻ്റെ തന്നെ, ഈ ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം ഒരുപക്ഷെ നിങ്ങൾ ബയോയുടെ എപ്പിസോഡുകളിലൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം പഠിപ്പിച്ചപ്പോൾ അച്ഛൻ ഓർമ്മിപ്പിച്ചായിരുന്നു ഒരു കാര്യം. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ കേന്ദ്രമാണ് ഈ 6:6. ഹോസിയ 6:6.
അതിൽ നിന്നാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. 6:6 വായിച്ചേ. ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ദഹന ബലികളല്ല ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. ഈ വാക്കുകൾ നമ്മൾ പുതിയ നിയമത്തിലും പിന്നീട് കാണുന്നുണ്ട്. ബലിയല്ല കരുണയാണ്, ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ ചിന്തിച്ചു നോക്കിയേ, ഈശോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്നേഹമാണ്. നമ്മളെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ സ്വന്തം ജനത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ തിരിച്ചാഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ എന്തോരം കൊടുക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ, എന്തോരം കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ. മത്തായി 22:37 പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ. ഒറ്റ വാക്കിലൊരുക്കിയാൽ ഈശോ ഇൻ ദ ഫസ്റ്റ് പ്ലേസ്, തമ്പുരാൻ ഒന്നാം സ്ഥാനം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നുണ്ട്. ഈ ചങ്കുപൊട്ടി പോകുന്ന ഒരു എഴുത്തി ഹോസേയ പ്രവാചകൻ ഈ ദൈവത്തിൻ്റെ വാക്കിങ്ങനെ പറയുന്നുണ്ട്. 11-ാമത്തെ ദൈവം, എൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, തിരസ്കരിക്കപ്പെട്ട സ്നേഹം. ഒരമ്മയെപ്പോലെ അപ്പനെപ്പോലെ ഈശോ നമ്മളെ സ്നേഹിച്ചിട്ട് ആ സ്നേഹത്തിൽ നിന്ന് ഓടി അകന്നത് കർത്താവിൻ്റെ ചങ്ക് തകർത്ത് കളഞ്ഞു എന്നാണ് ഹോസിയ പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നത്. ആ വാക്കുകളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. 11-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യം, ഹോസിയ 11:1 ഇങ്ങനെയാണ്: ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഞാൻ അവരെ അടുക്കിലേക്ക് വിളിക്കും തോറും അവരെന്നിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തത്. എന്നുവെച്ചാൽ കുഞ്ഞായിരുന്നപ്പം മുതൽ എന്നെ സ്നേഹിച്ച, ഞാനൊരു അടിമത്തത്തിലോ ഞാനൊരു പാപത്തിൻ്റെയോ ഞാനൊരു പ്രവാസത്തിൻ്റെയോ അകന്നു പോകുന്ന ഒരു സ്ഥിതിയിൽ പോലും അവൻ എന്നെ വീണ്ടും വീണ്ടും സ്നേഹിച്ചു. ഞാൻ എത്രമാത്രം സ്നേഹിച്ചോ അത്രമാത്രം അവൻ എന്നിൽ നിന്ന് അകന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, നമ്മളെക്കുറിച്ച് ഈ പരാതി ഈശോ പറയാതിരിക്കട്ടെ. ഞാൻ ഇത്രയധികം സ്നേഹിച്ചിട്ട്, ഞാൻ ഇത്രയധികം നിനക്ക് വേണ്ടി ചോരയൊഴുക്കിയിട്ട്, ഞാൻ നിനക്ക് വേണ്ടി ജനിച്ച് ജീവിച്ച് മരിച്ച് ഇപ്പോഴും നിൻ്റെ കൂടെ നിന്നിട്ട് ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുംതോറും നീ എന്നിൽ നിന്ന് അകന്നകന്ന് പോവുകയാണോ എന്ന് ഈശോ നമ്മളെക്കുറിച്ച് സങ്കടം പറയാതിരിക്കട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറ ഹല്ലേലൂയ. അടുത്ത വാക്കിങ്ങനെയാണ്: അവർ ബാൽദേവന്മാർക്ക് ബലിയും വിഗ്രഹങ്ങൾക്ക് ധൂപവും അർപ്പിച്ചു. എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. വായിക്ക്. ഞാൻ അവരെ എൻ്റെ കരങ്ങളിൽ എടുത്തു, എന്നാൽ തങ്ങളെ സുഖപ്പെടുത്തിയത് ഞാനാണെന്ന് അവരറിഞ്ഞില്ല. അടുത്ത വാക്യങ്ങളെയുണ്ട്: ഞാൻ അവരെ നയിച്ചു, കാലെ പിടിച്ച് നടത്തി, കയ്യെ പിടിച്ച് നടത്തി, കാലയിലെടുത്ത് നടന്നു, ഞാൻ അവർക്ക് ഭക്ഷണം വിളമ്പി, എല്ലാം ചെയ്തു. എൻ്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കൂട്ടുന്നു. 7-ാമത്തെ വാക്യം: എൻ്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കൂട്ടുന്നു, അതുകൊണ്ട് അവർക്ക് നുകം വെച്ചിരിക്കുന്നു, ആരും അത് എടുത്തു മാറ്റില്ല. ശ്രദ്ധിച്ചേ, നമ്മുടെ ജീവിതത്തിലെ സകല ഭാരങ്ങളും സകല വേദനകൾക്കും ഒരു കാരണമായിട്ട് പ്രവാചകനിലൂടെ കർത്താവ് പറയാണ്: നിങ്ങൾ എന്നിൽ നിന്ന് അകന്നുപോയി, നിങ്ങളുടെ നുകത്തിൻ്റെ ഭാരം വർദ്ധിച്ചു. കിട്ടുന്നുണ്ടോ? നിങ്ങൾ എന്നിൽ നിന്ന് അകന്നുപോയി, നുകത്തിൻ്റെ ഭാരം വർദ്ധിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ നുകം രോഗമായിരിക്കാം, വേദനകളായിരിക്കാം, സങ്കടങ്ങളായിരിക്കാം. ഈ ഭാരം കുറയണമെങ്കിലുള്ള മരുന്നെന്താണ്? അടുത്തു വരിക. കിട്ടുന്നുണ്ടോ? അകന്നു പോയാൽ ഈ നുകത്തിൻ്റെ ഭാരം വർദ്ധിക്കും, അടുത്ത് വന്നാൽ നുകത്തിൻ്റെ ഭാരം കുറയും. മത്തായി 11:27-28 അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്തേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ഭാരം കുറഞ്ഞതുമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അകന്നു പോയാൽ ഉപേക്ഷിച്ച് കളയോ? നമ്മൾ നമ്മുടെ മക്കളെ ഉപേക്ഷിച്ച് കളയോ? തല്ലിയാലും ചീത്ത പറഞ്ഞാലും, നമ്മളെ അമ്മ വീട് പോലെ ഒരു അനാഥാലയത്തിലേക്ക് തള്ളി എറിഞ്ഞാലും നമ്മൾ മക്കളെ സ്നേഹിക്കാണ്ടിരിക്കുമോ? മനുഷ്യരായ നമ്മൾ വീണ്ടും വീണ്ടും സ്നേഹിച്ചാൽ ഈ ദൈവം സ്നേഹിക്കാതിരിക്കുമോ? പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്കിങ്ങനെയാണ്, 8-ാമത്തെ വാക്യം, ഉറക്കെ വായിച്ചേ. എഫ്രായിം, ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും? ഇസ്രായേൽ, ഞാൻ നിന്നെ എങ്ങനെ കൈവിടും? എന്നുവെച്ചാൽ നമ്മളോട് നോക്കിയിട്ട് ഈശോ ചോദിക്കുകയാണ്, നീ പോവായിരിക്കും, നീ നിൻ്റെ സുഖസൗകര്യങ്ങളൊക്കെ തേടി, നീ ചില പാപത്തിൻ്റെ പടുകുഴിലേക്കൊക്കെ വീണ് നിൻ്റെ അടുത്തേക്ക് വന്ന എന്നിൽ നിന്ന് നീ അകന്നകന്നു പോയി, പക്ഷേ ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും? അപ്പനും അമ്മയ്ക്ക് ഉപേക്ഷിക്കാൻ പറ്റുമായിരിക്കും ഈ ഭൂമിയിൽ, പക്ഷേ എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. ഈശോ പറയുന്നൊരു വാക്കാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. 9-ാമത്തെ വാക്യം വായിച്ചേ. ഞാൻ എൻ്റെ ഉഗ്രകോപം നടപ്പാക്കുകയില്ല, എഫ്രായിമിനെ വീണ്ടും നശിപ്പിക്കുകയില്ല. ഞാൻ ദൈവമാണ്, മനുഷ്യനല്ല, നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധൻ തന്നെ. ഞാൻ നിങ്ങളെ നശിപ്പിക്കാൻ വരില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറ ഹല്ലേലൂയ. ഒറ്റ കാര്യമുള്ളൂ കർത്താവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന 12-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം, ഇസ്രായേലിൻ്റെ പാപങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം 12:6, ആകയാൽ നിന്റെ ദൈവത്തിൻ്റെ സഹായത്തോടെ
തിരിച്ചു വരിക, നീതിയും സ്നേഹവും മുറുകെ പിടിക്കുക, നിന്റെ ദൈവത്തിന് വേണ്ടി നിരന്തരം കാത്തിരിക്കുക. 2 കാര്യങ്ങളാണ് മുറുകെ പിടിക്കാൻ പറയുന്നത്. 1 നീതി, 2 സ്നേഹം. നോഹ നീതിമാനായിരുന്നു, കർത്താവ് സ്നേഹിച്ചു. കർത്താവ് തിരിച്ചാഗ്രഹിക്കുന്ന ഇതാണ്, നീ തിരിച്ച് സ്നേഹിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവിൻ്റെ പ്രീതി, കർത്താവിൻ്റെ പ്രസാദം, കർത്താവിൻ്റെ ഒരു ഫേവർ കിട്ടുന്നതിനെ കുറിച്ചാണ്. അപ്പം അതിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പ്, നമ്മളെ തേടി വരുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഈ ഈശോയെ നമ്മളും തിരിച്ച് സ്നേഹിക്കുക. അതുകൊണ്ടാണ് ഏറ്റവും ഓമനത്വമുള്ളൊരു ഭാവത്തിൽ ഈശോ ഇറങ്ങി വന്നത്. ഈ ചില സങ്കല്പങ്ങൾക്കൊക്കെ അനുസരിച്ച് പല രീതിയിൽ ദൈവത്തിന് വരാം. നമ്മൾ വായിച്ച കഥകളിലും ചിത്രകഥകളിലും ഒക്കെ ദൈവത്തിന് പല രൂപമെടുത്തും വരാം. ഇപ്പം യോഹന്നാൻ ഇങ്ങനെ, ഇത് സങ്കല്പമല്ല, വിശുദ്ധ ഗ്രന്ഥത്തിലൊരു സാക്ഷ്യം. യോഹന്നാൻ ഇങ്ങനെ പത്മോസ് ദ്വീപിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ഉണ്ണിക്കുട്ടനായിട്ടാണോ ഈശോ വന്നത്? അല്ല, നീണ്ട മേലങ്കി, നീണ്ട മുടി, തീ പോലെ കത്തുന്ന കണ്ണുകൾ, വചനവുമായി ജീവിക്കുന്നവനായിട്ട് ഈശോ ഇറങ്ങി വരികയാണ്. കടലിൻ്റെ മീതെ ചാഞ്ചാടി നിൽക്കുന്ന പത്രോസിന് മുമ്പിലേക്ക് ജീവനുള്ളവനായിട്ടാണ് കർത്താവ് വരിക, ഒരു വളർന്ന ആൾ. പക്ഷേ ഏറ്റവും ഓമനത്വമുള്ള രീതിയിൽ, സ്നേഹം തുളുമ്പി നിൽക്കുന്ന രൂപത്തിൽ, ആർക്കും സ്നേഹിക്കാൻ തോന്നുന്ന രൂപത്തിലാണ് ഈ ദൈവം നമ്മുടെ അടുത്തേക്ക് വന്നത്. ക്രിസ്തുമസ്, ഉണ്ണീശോ. പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങനെയെങ്കിലും നീ എന്നെ സ്നേഹിക്കണമെന്ന്. കാരണം പഴയ നിയമത്തിൽ തീപ്പന്തമായിട്ട് വന്നു, കാറ്റായിട്ട് വന്നു, ഇടിയായിട്ട് വന്നു, അഗ്നി തൂണായിട്ട് വന്നു. കർത്താവിനെ അവർക്കങ്ങ് സ്നേഹിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ഭയപ്പെട്ടു, ഭയങ്കരമായിട്ട് ദൈവത്തെ ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു. ഈശോ ആഗ്രഹിച്ചൊറ്റ കാര്യം, ദൈവം ആഗ്രഹിച്ചൊറ്റ കാര്യം, ഭയം കൊണ്ടുള്ള സ്നേഹം അല്ല. ഇങ്ങോട്ട് കിട്ടുന്ന സ്നേഹം, തിരിച്ചു കിട്ടുന്ന സ്നേഹം, ആ സ്നേഹത്തിലുള്ള ഒരു അടുപ്പം അതൊരിക്കലും പോവില്ല. നിങ്ങളെ ഭയപ്പെടുത്തി എനിക്ക് കുറേ നാൾ സ്നേഹിപ്പിക്കാം. ടോക്സിക് ലവ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ടോക്സിക് ലവ്. കുറേ നാൾ നിങ്ങളെ ഭയപ്പെടുത്തി സ്നേഹിക്കാം, പക്ഷെ അത് പോകും, ഹൃദയമില്ല അതിനകത്ത്. പക്ഷേ എൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് എന്നെ തിരിച്ചൊരാൾ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം നിലനിൽക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഭയപ്പെടുത്തിക്കൊണ്ടല്ല ഈശോ വന്നത്. ഒരു ഉണ്ണീശോയായിട്ട്, ഒരു കുഞ്ഞു വാവയായിട്ട് ഈ ദൈവം നമ്മുടെ ഇടയിൽ ഇറങ്ങി വസിച്ചു, ജീവിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ഈശോയെ സ്നേഹിക്കുക. നമുക്ക് പ്രസാദകരമായ ജീവിതം, ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിതത്തിലുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് ആ ദൈവത്തെ സ്നേഹിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ദൈവത്തെ വിശ്വസിക്കുക. നമ്മൾ വിശ്വാസികളാണ്, ആണോ? ഈ വിശ്വാസം എന്ന് വെച്ചാൽ ചുമ്മാ അങ്ങനെ അത് തരും ഇത് തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതല്ല. എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു നല്ല പദ്ധതി ഉണ്ട് എന്ന് തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന സമയത്തും നിങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രത്യാശിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിനെ നമുക്ക് വിശ്വാസം എന്ന് വിളിക്കാൻ പറ്റും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച് ഓർക്കണം, അബ്രഹാമിനെ നട്ടുച്ചയ്ക്ക് പിടിച്ച് ആകാശത്തോട്ട് നോക്കടാ, ദാണ്ടറ നക്ഷത്രം എന്ന് പറഞ്ഞു. അവൻ നക്ഷത്രം കണ്ടില്ല, പറഞ്ഞത് കർത്താവാണെന്നുള്ളത് കൊണ്ട് കാണപ്പെടാത്തവ ഉണ്ടെന്നും പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്നും അബ്രഹാം വിശ്വസിച്ചു. ആ വിശ്വാസം അയാൾക്ക് നീതീകരണമായി ഭവിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. സോ കൺമുമ്പിൽ വലിയ ഭയത്തിൻ്റെ ഒരു ഭാവി, കാൽച്ചോട്ടിൽ നിന്ന് മണ്ണ് ഒലിച്ചു പൊക്കോണ്ടിരിക്കുന്നു. കൂടെ നിന്നവരെല്ലാം ഇട്ടകന്ന് ഓടിപ്പോകുന്നു. പ്രതീക്ഷയ്ക്ക് വകയില്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല, ചോദിച്ച കാര്യങ്ങൾക്ക് കാലതാമസം വരുന്നു. ഒന്നിന് പിറകെ ഒന്നായിട്ട് പരാജയങ്ങൾ നമ്മളെ ഇടിച്ച് താഴ്ത്തുന്നു. പക്ഷെ അപ്പോഴും പ്രത്യാശയാണ്. മൈ ഗോഡ് ഹാസ് എ ബെറ്റർ പ്ലാൻ. ഈ തകർന്നു കിടക്കുന്ന അവസ്ഥയിലും ഈശോയ്ക്ക് ഇപ്പോഴും എന്നെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച്, എൻ്റെ മക്കളെക്കുറിച്ച്, എൻ്റെ ജീവിതം, എൻ്റെ ശുശ്രൂഷ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോഴും എൻ്റെ ദൈവത്തിനൊരു വലിയ പദ്ധതി ഉണ്ടെന്ന് പ്രത്യാശിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പ്രത്യാശയാണ് നമ്മൾ വിളിക്കുക വിശ്വാസം. കിട്ടുന്നുണ്ടോ? സങ്കീർത്തനം 116:10 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. സത്യമാണ്, കൊടിയ ദുരിതമാണ് ഈ കടം, ഈ രോഗം, ഈ വേദന. നമ്മൾ അനുഭവിക്കുന്ന വേദനകളെല്ലാം, സങ്കടങ്ങളെല്ലാം കൊടിയ ദുരിതമാണ്. നമ്മൾ ചിലപ്പോൾ മാനുഷികമായിട്ട് സങ്കടപ്പെട്ട് പറഞ്ഞു പോയിട്ടുണ്ട്, കർത്താവേ എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറം കൊടിയ ദുരന്തം. പക്ഷെ അങ്ങനെ ഞാൻ പറഞ്ഞപ്പോഴും, ചങ്ക് വാവിട്ട് കരഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. എന്ന് വെച്ചാൽ എന്താ? ഇത് മാറും. എന്നെക്കുറിച്ച് കരുതുന്ന ഒരു ദൈവം, എന്നെക്കുറിച്ച് പദ്ധതികൾ തയ്യാറാക്കിയ ദൈവം, ഞാൻ ഈ കുഴിയിലേക്ക് വീഴുന്നത് കണ്ട ദൈവം, ഞാൻ പൊട്ടിക്കരയുന്നത് കണ്ട ദൈവം എനിക്ക് പൊട്ടിച്ചിരിക്കാൻ ഒരു അവസരം തരും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. തോറ്റു പോകുന്നത് ഞാൻ കണ്ട ഒരു ദൈവം എന്നെ ജയിച്ച് മനുഷ്യരുടെ മുമ്പിൽ നിർത്തുന്ന ഒരു ദിവസം ഞാൻ പ്രത്യാശിക്കുന്നു. രോഗത്തിൽ, വേദനയിൽ, പാപത്തിൽ വീണുപോയ പടുകുഴിയിലേക്ക് ആണ്ടുപോയി എന്നെ
തോളിലെടുത്ത് മുമ്പേ നടക്കുന്ന ആ ദൈവത്തെ ഞാൻ മുമ്പിൽ കാണുന്നു. എൻ്റെ പിന്നിലുള്ള സകലത്തിനെയും, ഞാൻ വീണുപോയ വഴികളെയും ഒക്കെ വിസ്മരിച്ച് ഞാൻ എഴുന്നേൽക്കുകയാണ്. വിറയലോടെ ആണേലും ഞാൻ എഴുന്നേൽക്കും, നിവർന്നു നിൽക്കും. എന്നെ നേരെ നിർത്തുന്ന ഒരു ദൈവം എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ പ്രത്യാശിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം എടുക്കാമോ? വിശ്വാസത്തെക്കുറിച്ചുള്ള വലിയൊരു അധ്യായമാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം, അതിൻ്റെ 7-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചേ. കിട്ടിയോ? വിശ്വാസം മൂലമാണ് നോഹ അന്ന് വരെ കാണപ്പെടാതിരുന്നവയെ പറ്റി ദൈവം മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തൻ്റെ വീട്ടുകാരുടെ രക്ഷയ്ക്ക് വേണ്ടി ഭയഭക്തിയോടെ പെട്ടകം നിർമ്മിച്ചത്. ഇത് കിട്ടുന്നുണ്ടോ? വിശ്വാസം കാരണം അന്ന് വരെ കണ്ടിട്ടില്ല. എന്ത്? ഇതുപോലൊരു വെള്ളപ്പൊക്കമോ ഇതുപോലൊരു ബോട്ട് പണിയുന്ന അവസ്ഥയോ. നമുക്കതിൻ്റെ സയൻറ്റിഫിക് തിയറീസിലേക്കൊന്നും പോകണ്ട. ഇയാൾ കണ്ണും പൂട്ടി കർത്താവിനെ വിശ്വസിച്ചു. കണ്ണും പൂട്ടി കർത്താവിനെ വിശ്വസിച്ചു. ഇത്രയും വെള്ളം വരുമോ? ഇത്രയും ജലം പൊങ്ങുമോ? നാളെ ഇവരെല്ലാം കൂടെ ഈ ബോട്ടിലോട്ട് കയറാൻ പറയുമ്പോൾ, ഈ പേടകത്തിലേക്ക് കയറാൻ വരുമ്പോൾ ആൾക്കാരൊക്കെ എൻ്റെ കൂടെ നിൽക്കുമോ? ഒന്നും ചോദിച്ചില്ല. വിശ്വാസം മൂലം അതുവരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ഒരു കാര്യം ദൈവം പറഞ്ഞതുകൊണ്ട് ഭയഭക്തി ബഹുമാനത്തോടെ തൻ്റെ പ്രിയപ്പെട്ടവരുടെ രക്ഷയ്ക്ക് വേണ്ടി നോഹ അത് ചെയ്തു. വിശ്വാസം മൂലം. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ ഈ കാണപ്പെടാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഭാവി ജീവിതത്തിൻ്റെ തുറന്നു കിടക്കുന്ന ഒരു ഐശ്വര്യത്തിൻ്റെ വാതിൽ നമ്മളിപ്പോൾ കാണുന്നില്ല. ഇപ്പം നിങ്ങളുടെ കുടുംബജീവിതത്തിലുള്ള ആ പ്രശ്നം അത് മാറി വീണ്ടും ആ സ്നേഹം, ആ ഒരു ഐക്യം, ആ മനസ്സിലാക്കുന്ന ദിവസത്തെ ഇപ്പം കൺമുമ്പിൽ കാണുന്നില്ല. മുമ്പിൽ ഭാര്യ വഴക്കടിക്കുകയാണ്, ഭർത്താവ് വഴക്കടിക്കുകയാണ്, മക്കൾ അനുസരിക്കുന്നില്ല. മുമ്പിൽ ഈ കടം മാറുന്ന, ഈ കേസൊക്കെ ഒത്തുതീർക്കുന്ന, ഈ പ്രശ്നങ്ങളൊക്കെ തീരുന്ന ഒരു ദിവസം നിങ്ങൾ കൺമുമ്പിൽ കാണുന്നില്ല. പക്ഷെ പ്രത്യാശയുടെ, വിശ്വാസത്തിൻ്റെ കണ്ണിൽ, അകക്കണ്ണിൽ നിങ്ങൾക്ക് വേണ്ടി വെളിച്ചം തെളിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ഒരു ഭാവി തുറന്നു വെച്ചിരിക്കുന്ന ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. അവനത് കാണുന്നത് കൊണ്ട് ശുഭമായ ഒരു ഭാവി അവൻ ഒരുക്കി വെച്ചിരിക്കുന്നത് ഞാൻ ഇപ്പം കൺമുമ്പിൽ കാണുന്നില്ലേലും വിശ്വാസത്താലെ ഞാനത് കാണുന്നുണ്ട്. അതുകൊണ്ട് കാണപ്പെടാത്തവ ഉണ്ടെന്നും പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ആ വിശ്വാസത്തെ കർത്താവ് മാനിക്കുന്നു, പ്രസാദിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. 147-ാമത്തെ സങ്കീർത്തനം, Psalm 147, 147-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 11-ാമത്തെ വാക്യം. തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണക്ട് ചെയ്യുന്നുണ്ടോ? കർത്താവിൻ്റെ പ്രസാദം, കർത്താവിന് ഇഷ്ടം തോന്നുന്ന ആരോടാണ്? തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർ. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യാശ, ഒരു ഹോപ്പ് ഉണ്ടോ? ഉണ്ടോ? കൺമുമ്പിൽ കാണുന്നില്ലടാ ഈ അത്ഭുതമൊന്നും, ഉത്തരം ഒന്നും മുമ്പിൽ കാണുന്നില്ല. ദ ക്വസ്റ്റ്യൻ ഈസ് ദിസ്, ഡു യു സ്റ്റിൽ ബിലീവ്? ഇപ്പോൾ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഈ വീണ് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിക്കാൻ ഈശോയ്ക്ക് പറ്റുമെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറ ഹല്ലേലൂയ. ഹെബ്രായർ 11-ലേക്ക് ഒന്നും കൂടെ ഒന്ന് തിരിച്ചു വരാമോ? ഹെബ്രായർ 11 അതിൻ്റെ 6-ാമത്തെ വാക്യം. നമ്മൾ 7 ഇപ്പോൾ വായിച്ചിരുന്നു. 11-ന്റെ 6 പെട്ടെന്ന് വായിച്ചേ. അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുൻപ് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവന് സാക്ഷ്യം ലഭിച്ചു. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഇപ്പം പരിശുദ്ധ അമ്മയുടെ അടുത്തോ ദാനിയേലിൻ്റെ അടുത്തോ വിശുദ്ധ ചേതനകളുടെ മുമ്പിലോ ഒക്കെ വന്ന് ദൂതനോ ദൈവസാന്നിധ്യമോ വന്ന് നിന്നെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടു, ദൈവം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഒരു വലിയ കാര്യം അവർ ദൈവത്തെ സ്നേഹിച്ചു. രണ്ടാമത്തെ കാര്യം അവർ ദൈവത്തിൽ പ്രത്യാശ വെച്ചു. പ്രത്യാശ കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. പറഞ്ഞേ ഹല്ലേലൂയ. സോ 2 സ്റ്റെപ്പുകൾ ഇതാണ്. ഒന്ന് ദൈവത്തെ സ്നേഹിക്കുക, 2 ദൈവത്തെ വിശ്വസിക്കുക. 3-ാമത്തെ കാര്യം ഇതാണ്, കർത്താവിനെ അനുസരിക്കുക. കണ്ണും പൂട്ടി കർത്താവിനെ അനുസരിക്കുക. നോഹ അത് ചെയ്തു. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം തന്നെ എടുക്കാവോ? ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം, അതിൻ്റെ 22-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 6-ന്റെ 22. സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? പേടകം പണിയുകയും അതും ഇതൊക്കെ ചെയ്യുന്നതൊക്കെ. 6-ന്റെ 22 ഉറക്കെ വായിച്ച്. ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു. കിട്ടിയോ? ഉൽപ്പത്തി 6:22. ദൈവം കൽപ്പിച്ചതുപോലെ നോഹ പ്രവർത്തിച്ചു. നോ ക്വസ്റ്റ്യൻസ്, നോ കോംപ്രമൈസസ്. കർത്താവേ ഇത്രയും മതിയോ? പേടകം ഇത്രയും വേണോ? നോ, ഒരു ചോദ്യമില്ല. ദൈവം എന്തു പറഞ്ഞോ അതവൻ ചെയ്തു. എന്ന് വെച്ചാൽ നോഹയിൽ നിറഞ്ഞു നിന്ന ഒരു ചൈതന്യമാണ് അനുസരണത്തിൻ്റെ അരൂപി. ദ ഒബീഡിയൻസ്, ദ സ്പിരിറ്റ് ഓഫ് ഒബീഡിയൻസ്. നമുക്കിന്നൊരു പക്ഷേ സഭയിലോ കൂട്ടായ്മകളിലോ വിശ്വാസ
വിശ്വാസികൾ എവിടേക്ക് ഒരുമിച്ച് കൂടുന്നോ നമ്മുടെ ഉള്ളിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു സ്പിരിറ്റ് ഇതാണ്, ദ സ്പിരിറ്റ് ഓഫ് ഒബീഡിയൻസ്. അനുസരിച്ചാൽ അനുഗ്രഹം പുറകെ വരും എന്നുള്ള ആ വലിയ സത്യം നമ്മൾ മറന്നുപോയി. അനുഗ്രഹം തന്നെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ അനുസരണക്കേടുകൾ കാണിച്ചു തുടങ്ങി. എവിടെയായാലും കൂട്ടായ്മകളും കുടുംബങ്ങളും വിശ്വാസ സമൂഹങ്ങളും തകർന്നു പോകാൻ ഒറ്റ കാരണം അനുസരണമില്ലായ്മ. ഒത്തിരി വ്യാഖ്യാനിച്ച് മുമ്പോട്ട് പോകുന്നില്ല, നമ്മുടെ സബ്ജക്റ്റ് മാറിപ്പോകുന്നുണ്ട്. ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. പേഴ്സണൽ ലൈഫിനെ കുറിച്ച് നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ സംഭവിക്കുന്നത് അനുസരണക്കേട്. ദൈവത്തെയോ അധികാരത്തെയോ അനുസരിക്കാതിരിക്കുമ്പോൾ അത് അധപതനത്തിന് കാരണമാകുന്നു. അനുസരണം അനുഗ്രഹത്തിന് വഴി തുറക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. നോഹ ദൈവം കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. ഒരു വലിയ തീരുമാനം എടുക്കാൻ പറ്റണം. എൻ്റെ കർത്താവേ, നീ പറയുന്നത് അതുപോലെ അനുസരിക്കാൻ ഒരു കൃപ തരണേ. ജോസഫൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട യോസേപ്പ് പിതാവ് സ്വപ്നത്തിൽ കണ്ടു. ഓർക്കണം, കണ്ടത് ഈസി ആയിട്ട് വായിച്ച് പൂർത്തിയാക്കരുത്, ചിരിച്ചുകൊണ്ടിരുന്നേക്കരുത്. ജോസഫ് സ്വപ്നം കണ്ടു, നമുക്ക് അങ്ങനത്തെ സ്വപ്നമൊന്നും കാണാൻ പറ്റുന്നില്ലോ. ചോദ്യം വല്ലതും ചോദിച്ചോ? ഈജിപ്തിലോട്ട് പോവും, ആ പോവാം. തിരിച്ചു വാ, ആ വരാം. കുഞ്ഞിനെടുക്ക്, ആ എടുക്കാം. മറിയത്തെ സ്വീകരിക്കുക, ആ എടുക്കാം. നോ ക്വസ്റ്റ്യൻസ്, നോ ക്വസ്റ്റ്യൻസ്. അനുസരിക്കുകയാണ്. മാതാവ് വരെ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? യോസേപ്പ് പിതാവ് ഓക്കെ, എൻ്റെ ദൈവം പറഞ്ഞു, സ്വപ്നത്തിലാണേലും ഓക്കെ. നീതിമാനായ ഒരു പിതാവ്. പറഞ്ഞേ ഹല്ലേലൂയ. എന്നുവെച്ചാൽ നമുക്ക് ഒരു സ്പിരിറ്റ്, ആ സ്പിരിറ്റ് ഓഫ് ഒബീഡിയൻസ് കിട്ടാൻ വേണ്ടി ദൈവം പറയുന്നത്, വചനം പറയുന്നത് അതുപോലെ അനുസരിക്കാൻ ഒരു കൃപ. നമുക്ക് ബുദ്ധിമുട്ടാണ്, ആണോ? ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാ. ഈസിയാണോ ഇത്? ഈശോ പറഞ്ഞ ഒരു കാര്യം ഈസി അല്ല. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കുക. നല്ല വചനം 1000 തവണ എഴുതാം, പക്ഷെ ഓരോ തവണ പോലും അനുസരിക്കാൻ നമ്മളെ കൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷേ പറഞ്ഞത് ഈശോയാണോ? നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളൊരു പുതിയ വർഷത്തിലേക്കൊക്കെ കടക്കാൻ പോവാണ്. ഒരു വലിയ തീരുമാനം എടുത്തുകൊണ്ട് കയറിയേക്കണം. കർത്താവെ, നീ പറയുന്ന, നിന്റെ വചനം പറയുന്ന കാര്യങ്ങൾ അപ്പടി അനുസരിക്കാനുള്ള വലിയൊരു കൃപ തരണേന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. 119 സങ്കീർത്തനം വചനത്തെക്കുറിച്ച്, കർത്താവിൻ്റെ നിയമത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ എഴുത്തുകളിലൊന്നാണ്. 119 സങ്കീർത്തനം അതിൻ്റെ 33 വാക്യം. 119:33 വായിക്കാമോ? കർത്താവേ, അങ്ങയുടെ ചട്ടങ്ങളുടെ വഴി എന്നെ പഠിപ്പിക്കണമേ, അവസാനം വരെ ഞാനത് പാലിക്കും. ഒരു തീരുമാനമാണ്. എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു, ഞാനത് അനുസരിക്കും. ശുശ്രൂഷ മേഖലയിൽ മധ്യസ്ഥ പ്രാർത്ഥന, മറ്റു കൂട്ടായ്മകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, കേട്ടോണ്ടിരിക്കുന്നവർ ഇത് കൃത്യമായിട്ട് ഓർത്തേക്കണം. നിങ്ങളിൽ നിന്ന് കൂടുതൽ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നിൽ നിന്ന് ഈശോ കൂടുതൽ ആവശ്യപ്പെടുന്നുണ്ട്. ഈ എൻ്റെ മുമ്പിൽ വരുന്ന ജനത്തോട് കർത്താവിൻ്റെ വാക്കനുസരിക്കുക, കർത്താവിനെ വിശ്വസിക്കുക, സ്നേഹിക്കുക, പ്രത്യാശിക്കുന്ന പറയുമ്പോൾ ഈ പറയുന്നവനോടാണ് ആദ്യത്തെ ചോദ്യം, ഇടയാ നീ എന്ത് ചെയ്യുന്നു? കിട്ടുന്നുണ്ടോ? അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ മേഖലയിലൊക്കെ ഒത്തിരി പേരുണ്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്, കേട്ടോണ്ടിരിക്കുന്നുണ്ട്. കർത്താവിനെ അനുസരിക്കാൻ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. നോ ഡിമാൻഡ്സ്, ഒരു എക്സ്ക്യൂസസും ഇല്ല. കർത്താവ് നിന്നെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചു. ഒരു പ്രാർത്ഥന കൂട്ടായ്മയായിരിക്കാം, മധ്യസ്ഥ പ്രാർത്ഥനയായിരിക്കാം, ഒരു ധ്യാനകേന്ദ്രത്തിലെ ശുശ്രൂഷയായിരിക്കാം, കുടുംബത്തിലെ ശുശ്രൂഷയായിരിക്കാം. ഏൽപ്പിച്ചത് കർത്താവാണ്. കണ്ണും പൂട്ടി അവസാനം വരെ അവൻ അനുസരിക്കാൻ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണം. അനുസരിച്ചാൽ അനുഗ്രഹം പിന്നാലെ വരും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. ഈ ശുശ്രൂഷ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളിങ്ങനെ ഇവിടെ ഈ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കല്ലേ. നിങ്ങൾ ഈ കുടുംബജീവിതം ഒരു ശുശ്രൂഷയാണോ? നിങ്ങളുടെ ഏൽപ്പിച്ച നിങ്ങളുടെ ജീവിത പങ്കാളി, ആ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അയാളെ വിശുദ്ധരാക്കി മാറ്റുക, വിശുദ്ധിയാക്കി മാറ്റുക എന്നുള്ള ഒരു വലിയ ശുശ്രൂഷ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ അനുസരിക്കാത്ത മക്കളെ നേർവഴിക്ക് ഈശോയുടെ സാന്നിധ്യത്തിലേക്ക്, സ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു ശുശ്രൂഷയാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. പിടികിട്ടുന്നുണ്ടോ? പറഞ്ഞത് കർത്താവാണ്, ഏൽപ്പിച്ചത് കർത്താവാണ്. ഈ ഭർത്താവിനെ, ഈ ഭാര്യയെ, ഈ മക്കളെ, ഈ മാതാപിതാക്കളെ നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചത് ആരാണ്? ഈശോ. നീ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, നീ ശരിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് കർത്താവാണേ. അവസാനം വരെ ഞാനത് പാലിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറ ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ വായിച്ചുകൊണ്ടിരുന്ന ഭാഗം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒത്തിരി ധ്യാനങ്ങൾ ഇവിടെ വന്നിട്ട് ഏകദിന ധ്യാനങ്ങൾ കൂടിയോണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട വിശുദ്ധനെ, എൻ്റെ പ്രിയപ്പെട്ട ചേട്ടായി പൗലോസ്ലീഹായെ. ഈ ഞാനിത് കുറേ തവണ ഇത് വായിച്ചാണെങ്കിലും ഈ കഴിഞ്ഞ ദിവസം വായിച്ച് എൻ്റെ ദൈവമേ, ഈ പൗലോസ്ലീഹ എഴുത്തുകളിലൊക്കെ ആയിട്ടൊരു 4 തവണ തൻ്റെ മാനസാന്തര കഥ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനത്തിൽ തന്നെ 3 പ്രാവശ്യം, പിന്നെ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ
ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് വന്ന മാറ്റം, മാനസാന്തരം ഇങ്ങനെയാണെന്ന്. ഈ അപ്പോസ്തല പ്രവർത്തനം 26 എടുക്കാമോ? അതെങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ പ്രിയപ്പെട്ട പൗലോസ് ലീഹ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണേ. ഈ പൗലോസ് ലീഹാനെ ഇങ്ങനെ റോമിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യാണ്. ഈ ഫെസ്തൂസ് എന്ന് പറഞ്ഞ ഒരാൾ അറസ്റ്റ് ചെയ്യുന്നു. അഗ്രിപ്പ രാജാവ്, ഹെറോദ് അഗ്രിപ്പയുടെ മുമ്പിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നൊരു സിറ്റുവേഷനാണ്. 26-ാമത്തെ അധ്യായം 25-13 മുതൽ ഇങ്ങനെ അഗ്രിപ്പയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതിന് മുമ്പ് പൗലോസ് ലീഹ സീസറിന് നിവേദനം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, വളരെ നാടകീയമായ ഒരു കാര്യമാണ്. നിങ്ങൾ പിന്നീട് സമയം പോലെ വായിച്ചു നോക്കുക. ഇപ്പോൾ ഈ 26-ാമത്തെ അധ്യായത്തിൽ ഈ അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ഇങ്ങനെ പറയാണ്, പൗലോസ് ലീഹായ്ക്ക് ഒരു അനുവാദം കൊടുത്തു, നിൻ്റെ ഭാഗം നിനക്ക് പറയാം. എന്നാൽ ആ പുസ്തകം ആദ്യം നിങ്ങൾ വായിക്കും മനസ്സിലാവും, റോമിലെ റൂൾ അനുസരിച്ച് കുറ്റം വിധിക്കപ്പെട്ടവന് സ്വയം വാദിക്കാൻ ഒരു അനുവാദം ഉണ്ട്. തൻ്റെ കാര്യം, തൻ്റെ നീതി അയാൾക്ക് വെളിപ്പെടുത്താം, അയാൾക്ക് സംസാരിക്കാം. വക്കീലില്ല, പ്രത്യേക സിറ്റുവേഷൻ വെച്ചാൽ വക്കീൽ വേണ്ട, തന്നെ പറയാം. പിന്നെ പറയുന്ന പൗലോസ് ലീഹയാണ്, അവിടെയുള്ള എല്ലാ വക്കീലന്മാരെക്കാട്ടും വിവരമുള്ള പരിസേനാണ്. അങ്ങനെ ആ വിവരത്തിൽ നിന്നുകൊണ്ട് തന്നെ പൗലോസ് ലീഹ പറയാണ്, ഈ വലിയ ചോദ്യമൊന്നും വേണ്ട, എൻ്റെ മേൽ വലിയ അധികാരമൊന്നും നിനക്കില്ല, ഞാനൊരു പരിസേനാണ്, എനിക്ക് സീസറിൻ്റെ അടുത്ത് പറയാൻ അറിയാം, ഞാനൊരു റോമ പൗരനാണ്. നേരത്തെ സീസറിന് നിവേദനം കൊടുത്തിട്ടാണ് പൗലോസിന് ഇങ്ങനെ നെഞ്ചു നിവർത്തി എന്നിട്ടാണ് പറയുന്നത്, ഈ എന്നെ ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ട് പൗലോസ് തൻ്റെ ജീവിതം മുഴുവൻ, തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം മുഴുവൻ ഈ അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ പറയാം. പൗലോസ് ലീഹ 3 തവണ അപ്പസ്തോല പ്രവർത്തനത്തിൽ തൻ്റെ മാനസാന്തര കഥ പറയുന്നുണ്ട്. ഏറ്റവും ആഴത്തിൽ നമ്മളെ സ്പർശിക്കാൻ പോകുന്നത്, എനിക്ക് പേഴ്സണലി എൻ്റെ ചങ്കിനകത്തോട്ട് തുളച്ചു കയറിയ ഒരു മാനസാന്തര കഥ, മാനസാന്തര അനുഭവം സാക്ഷ്യപ്പെടുന്നത് പൗലോസ് ലീഹ ഈ 26-ാമത്തെ അധ്യായത്തിലാണ്. എൻ്റെ കൂടെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഇങ്ങനെ പൗലോസ് ലീഹ ഇങ്ങനെ പറയുകയാണ്, ഞാൻ ഒത്തിരി സിനഗോഗുകളിൽ, ഒത്തിരി സ്ഥലങ്ങളിൽ പോയി ഞാൻ ദൈവത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ട് എനിക്ക് പതുക്കെ മനസ്സിലായി ആ ദൈവം ആരാണ് എന്ന്. യാത്രാ മധ്യേ ഒരു വെളിച്ചം ഞങ്ങളെ മുഴുവൻ മൂടി. ആ വെളിച്ചം എന്നെ പേര് ചൊല്ലി വിളിച്ചു, സാവൂൾ സാവൂൾ എന്ന് പേര് ചൊല്ലി വിളിച്ചു. ചോദിക്കുന്നത് എങ്ങനെയാണ്? ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെ പൗലോസ് ലീഹ ചോദിക്കുക, ഹു ആർ യു സർ? സർ എന്നുവെച്ചാൽ ടോട്ടൽ അധികാരമാണ്, ടോട്ടൽ അധികാരം. ഈ വെളിച്ചം കണ്ടപ്പോഴേ പൗലോസിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തീ കൊളുത്തി കഴിഞ്ഞു. 3 ദിവസം കണ്ണടച്ചിരിക്കുന്നു, പിന്നീട് വർഷങ്ങളോളം പ്രാർത്ഥിക്കാനിരിക്കുന്നു, തെളിഞ്ഞ് കിട്ടുന്ന ദിവസങ്ങളുണ്ട്. പക്ഷേ ഈ വെളിച്ചം വന്ന സമയത്ത് തന്നെ പൗലോസിലേക്ക് കിട്ടുന്നുണ്ട്, സംവൺ എബവ്. ഞാൻ വിശ്വസിക്കാൻ പോകുന്നതും ഞാൻ ഇനി ജീവിക്കാനും മരിക്കാനും പോകുന്നത് ഈ ഒരൊറ്റ ആൾക്ക് വേണ്ടിയിട്ടാണെന്നൊരു വെളിച്ചത്തിൻ്റെ കിരണം അയാളുടെ കണ്ണിലേക്കല്ല, ചങ്കിലേക്ക് ആഴ്ന്നിറങ്ങി ചോദിച്ചു, ഹു ആർ യു സർ? അങ്ങ് ആരാണ്? നീ പീഡിപ്പിക്കുന്ന ഈശോയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. പൗലോസ് ലീഹ ഇങ്ങനെ ചങ്ക് പൊളിഞ്ഞ് നിൽക്കുകയാണ്, കണ്ണും മൂടപ്പെട്ട് നിൽക്കുകയാണ്, ഈ വെളിച്ചം പറയുന്നത് മാത്രം കേട്ടോണ്ട്. തുടർന്നുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയും, 16-ാമത്തെ വാക്യം, നമ്മളിന്ന് ദാനിയേലിനെ എഴുന്നേൽപ്പിച്ച പോലെ തന്നെ പൗലോസിനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു വാക്യമാണ്. 26-17, നീ എഴുന്നേറ്റ് നിൽക്കുക. കേട്ടുന്നുണ്ടോ? എഴുന്നേറ്റ് നിൽക്കുക എന്ന് വെച്ചാൽ, പൗലോസെ, നീ ഇത്ര കാലം പഠിച്ചത്, നീ ഇത്ര കാലം പഠിപ്പിച്ചത്, നീ ഇത്ര കാലം തീവ്രവാദം ചെയ്തത് എല്ലാം കിടന്നോണ്ടാടാ. നീ തലയുയർത്തി ശരിക്കും നിന്റെ ദൈവത്തെ നീ കണ്ടിട്ടില്ല. നീ തൊഴിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കിട്ടാന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായെങ്കിൽ, തൊഴിക്കുന്നത് ഇരുമ്പാണിമേലാണെന്ന് നിനക്ക് മനസ്സിലായിരുന്നെങ്കിൽ, ആ ഇരുമ്പാണിമേൽ തൂങ്ങിയാടിയവനെ മാത്രമേ നീ ഇനി പ്രഘോഷിക്കൂ. നീ ഇനി അതാ പ്രഘോഷിക്കാൻ പോകുന്നത്. അതിന് നീ ആദ്യം എഴുന്നേറ്റ് നിൽക്കണം. പൗലോസിനെ എഴുന്നേൽപ്പിച്ച് നിർത്തുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 9-ാമത്തെ അധ്യായത്തിൽ പൗലോസിനെ ഇത് മറ്റൊരു രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അനനിയാസ് വന്ന് തൊടുന്നു, എഴുന്നേൽക്കുന്നു. ഇവിടെ ഈ രാജാവിൻ്റെ മുമ്പിൽ അനനിയാസിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഈശോ തന്നെ തൊട്ടതാണെന്ന് ജീവിക്കുന്ന സാക്ഷ്യമായിട്ട് പൗലോസ് ലീഹ പറയാണ്, എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. തൊട്ടടുത്ത വാക്യം, ഇപ്പോൾ നീ എന്നെപ്പറ്റി കണ്ടതും ഇനി കാണാനിരിക്കുന്നതുമായവയ്ക്ക് സാക്ഷിയും ശുശ്രൂഷകനുമായി നിന്നെ നിയമിക്കാനാണ് ഞാൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കിട്ടുന്നുണ്ടോ? കർത്താവിന് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, അത് വീണ് കിടക്കുന്നവനെ ആണേലും വഴിതെറ്റി നടക്കുന്നവനാണേലും നിന്നെക്കൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നിയാൽ അവൻ നിന്നെ ചവിട്ടിയിട്ടിട്ടാണേലും എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ടാണേലും നിന്നെ നിയമിക്കും. ഹി വിൽ അപ്പോയിന്റ് യു. ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടല്ല, പ്രഘോഷിക്കാൻ വേണ്ടി. നീ ഇതുവരെ കണ്ടതും ഇനി കാണാനും ഇരിക്കുന്നുണ്ട്. കർത്താവ് മാസ് ഡയലോഗ് അടിക്കുകയാണ്. ഈ കണ്ടതൊന്നും അല്ല, നീ ഇനി കാണാനിരിക്കുകയാണ്. ഇതിനെല്ലാം നീ എനിക്കൊരു സാക്ഷിയായിട്ട് മാറും. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറ ഹല്ലേലൂയ. 17-ാമത്തെ വാക്യം 18 ഉറക്കെ വായിച്ചേ. നിന്നെ ഞാൻ നിന്റെ ജനത്തിൽ നിന്ന്, വിജാതീരിൽ നിന്ന് രക്ഷിച്ച് അവരുടെ അടുക്കലേക്ക് അയക്കുന്നു. അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും സാത്താന്റെ ശക്തിയിൽ നിന്ന്
ദൈവത്തിലേക്കും തിരിയാനും പാപമോചനം സ്വീകരിക്കുവാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെടുന്നവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയാണ്. എന്ന് വെച്ചാൽ പൗലോസ്ലിഹായെ ആ ജനത്തിൻ്റെ ഇടയിൽ നിന്ന്, പൗലോസ്ലിഹായുടെ കൂട്ടായ്മയിൽ നിന്ന് തിരഞ്ഞെടുക്കുകയാണ്. എന്തിന്? ഈ ഇരുട്ടിൽപ്പെട്ടവർക്ക്, ഈ അന്ധകാരത്തിൽ പോയവർക്ക് അവരെ പൗലോസ് തന്നെ ചെന്ന് തിരിച്ചെടുക്കണം. പിടികിട്ടുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആ ഒരു അവസ്ഥ, നമ്മളിപ്പോൾ പറഞ്ഞ ശുശ്രൂഷ അനുസരണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുക. എന്തിനാണ് ഈ ഒരു കുടുംബത്തിൽ നിങ്ങളെ മാത്രം ദൈവവിശ്വാസിയായിട്ട് പിടിച്ചു നിർത്തിയേക്കണത്? നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ മക്കളോ ദൈവത്തെ തള്ളിപ്പറയാണ്. ഒരൊറ്റ ആൾ മാത്രം വിശ്വസിച്ച് മുട്ടുകുത്തി നിൽക്കുകയാണ്. ഒരാൾ മാത്രം കൈവിരിച്ച് പിടിക്കുകയാണ്. എന്തിന്? പൗലോസേ, നിന്നെ തെരഞ്ഞെടുത്തത് ഈ വീട്ടിൽ, ഈ ഇരുട്ടിൽ നിന്ന് ഇവരെ തെരഞ്ഞെടുത്ത് പൊക്കിയെടുത്തോണ്ട് വരേണ്ടത് നീയാണ്. അതുകൊണ്ടാണ് പറഞ്ഞ അനുസരിച്ചേക്കുക. കർത്താവേ, ഞാൻ ഒത്തിരിയായി പ്രാർത്ഥിക്കുന്നേ ഈ ആളുടെ മാനസാന്തരത്തിന് വേണ്ടി, ഈ മക്കൾ നേരെയാവാൻ വേണ്ടി, ഈ നാട് നന്നാവാൻ വേണ്ടി. തോറ്റു കൊടുക്കരുത്. വിളിച്ചത് കർത്താവാണ്. അവസാനം വരെ അനുസരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. 19ാമത്തെ വാക്യമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഗ്രിപ്പ രാജാവേ, ഞാൻ ഈ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിച്ചില്ല. ഞാൻ ഈ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിച്ചില്ല. പ്രിയപ്പെട്ട സൗരങ്ങൾ, ഇതിപ്പോൾ ഒരു അച്ഛനെന്ന നിലയിലൊക്കെ എനിക്കിത് എന്തോ ഒരു ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഐ കൺഫസ് വിളിച്ചവനോട് എന്തോരം വിശ്വസ്തത പുലർത്തി. ഐ ഡോണ്ട് നോ. ഈ പൗലോസിലെ പോലെ എനിക്ക് പറയാൻ പറ്റത്തില്ല, എനിക്ക് പറയാൻ പറ്റുന്നില്ല. നാണം തോന്നാണ് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ, പൗലോസ്ലേഹയുടെ മുമ്പിൽ നിൽക്കാൻ നാണം തോന്നാണ്. ഞാൻ എന്തോ ഒരു അനുസരണക്കേട് കാണിച്ചു. ഈ വിളിച്ചവനോട് നമ്മൾ എന്തോ ഒരു അനുസരണക്കേട് കാണിച്ചു. നമ്മൾ ഓരോരുത്തരുടെയും ലൈഫിനെ കുറിച്ച് ചിന്തിച്ചു നോക്കി. പൗലോസ്ലേഹ ആത്മവിശ്വാസത്തോടെ രാജാവിൻ്റെ മുമ്പിൽ എന്നാ പറയുന്നത്, അഗ്രിപ്പ രാജാവേ, എനിക്ക് കിട്ടി ഈ സ്വർഗീയ ദർശനത്തോട് ഞാൻ അനുസരണക്കേട് കാണിച്ചിട്ടില്ല. നമ്മളെന്നാ ജീവിതം ജീവിക്കുന്നതെന്ന് ഓർത്ത് നോക്കി. എത്രയോ അധികം തവണ ഈശോ നമ്മളെ സ്നേഹിച്ചു, എത്രയോ തവണ അവൻ നമ്മളെ വിളിച്ചു, എത്രയോ തവണ ഈ പടുകുഴിയിൽ നിന്ന് നമ്മൾ തെറ്റായ വഴി കൂടെ പോകുമ്പോൾ ഒരു ചവിട്ട് തന്നിട്ടാണേലും നിലത്തിട്ടിട്ടാണേലും വെളിച്ചം തന്നവൻ നേരെ നിർത്തി. വീണ് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന്, കടത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, സങ്കടത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് അവൻ കൈപിടിച്ച് നേരെ നിർത്തി. അനുസരണക്കേട് മാത്രം നമ്മൾ കാണിച്ചു കൂട്ടും. സ്നേഹിക്കാൻ ഒത്തിരി അവസരങ്ങൾ ഈശോ തന്നിട്ടും വി ഡിഡ്ന്റ് ലവ് ഹിം. വിശ്വസ്തത കാണിച്ചില്ല. അവിശ്വസ്തതയുടെ ഒരു ഭണ്ഡാകാരമായിട്ട് നമ്മൾ നിന്നു. അഗ്രിപ്പ രാജാവേ, ഞാൻ കണ്ട ഈ സ്വർഗീയ ദർശനത്തോട് ഞാൻ അനുസരണക്കേട് കാണിച്ചില്ല. പറയാൻ പറ്റും നമുക്ക്. ഈ ക്രിസ്മസിന് ഈശോയുടെ മുമ്പിൽ ചെന്ന്, ഈ പുൽക്കൂടിൻ്റെ മുമ്പിൽ ചെന്നിട്ട് പറയേണ്ടതാണ്, എനിക്ക് വേണ്ടി ജനിച്ച എൻ്റെ ഉണ്ണിയെ, എൻ്റെ ഈശോയെ, നീ എന്നെ സ്നേഹിച്ചതിൽ നിന്ന് ഞാൻ അകന്നു പോയിട്ടില്ല, നിൻ്റെ വിശ്വാസത്തിൽ ഞാൻ പോയിട്ടില്ല, ഞാൻ നിന്നോട് അനുസരണക്കേട് കാണിക്കില്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയ പിന്നെ പാപം, പിശാച് ഔട്ട്. ഈശോയുടെ പ്രിയപ്പെട്ടതായി മാറി, അവന് പ്രസാദം തോന്നി പിന്നെ നിന്നോട്. നീ വളഞ്ഞിരുന്നാലും നിവർത്തി അവൻ നിർത്തിക്കോളും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ദേ പൗലോസ്ലിഹ എന്നിട്ട് ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇയാൾ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. എൻ്റെ കാര്യം വേറെ ഒന്നുമില്ല, ഞാൻ എന്നോട് പറഞ്ഞ ആളെക്കുറിച്ച് ഞാൻ പ്രഘോഷിക്കുകയാണ്. അത് ചെറിയവരുടെയും വലിയവരുടെയും മുമ്പിലൊക്കെ ഞാൻ പറയും. പൗലോസ്ലിയുടെ ആത്മവിശ്വാസത്തിൻ്റെ അങ്ങേ തലക്കിൽ നിന്നുകൊണ്ടാണ്. ഈ 22ാം വാക്യം ശരിക്കും പറഞ്ഞാൽ മുട്ട കുത്തി നിന്നിട്ടേ വായിക്കാവുള്ളൂ. നിങ്ങൾ ഇരുന്ന് കേട്ടിരുന്ന് വായിച്ചോ. 22, ഇന്ന് വരെ ദൈവത്തിൽ നിന്നുള്ള സഹായം എനിക്കുണ്ട്. വായിച്ചേ. അതുകൊണ്ട് തന്നെയാണ് വലിയവരുടെയും ചെറിയവരുടെയും മുൻപിൽ സാക്ഷ്യം നൽകിക്കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നതും. നിങ്ങൾ ഇതൊന്ന് വിഷ്വലൈസ് ചെയ്തേക്കൂടെ. ഒരു കോർട്ട് റൂം രാജാവിൻ്റെ സാന്നിധ്യമാണ്. കൊല്ലാൻ അധികാരമുള്ള, മാനുഷികമായിട്ട് അധികാരമുള്ള രാജാവിൻ്റെ മുമ്പിൽ നിന്ന് പറയാണ്, എന്നെ ഇവിടെ വരെ സഹായിച്ചത് ആരാണ്? എൻ്റെ ഈശോയാണ്, ആ നസറായനാണ്. ഞാൻ ആരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചോ, ഞാൻ എവിടെ തൊഴിക്കാൻ ശ്രമിച്ചോ, ആ ഇരുമ്പാണിമേൽ തൂങ്ങിയവനാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. അവൻ എന്നെ എത്തിച്ചത് കൊണ്ടാണ് ചെറിയവരുടെ മുമ്പിലും വലിയവരുടെ മുമ്പിലും ഞാൻ അവനെക്കുറിച്ച് പ്രഘോഷിക്കുന്നത്. ആ വാക്ക് ശ്രദ്ധിച്ച് വായിച്ചേ. സഹായം എനിക്കുണ്ട്, അതുകൊണ്ടാണ് വലിയവരുടെയും ചെറിയവരുടെയും മുമ്പിൽ സാക്ഷ്യം നൽകിക്കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നതും. ഒരു മനുഷ്യൻ, ഒരു വിശ്വാസിക്ക് ആത്മവിശ്വാസം കൂടേണ്ടത് ഒറ്റ കാര്യത്തിലാണ്. നിർത്തിയവനെ നോക്കിയിട്ട്, പാരമ്പര്യങ്ങളെ നോക്കിയിട്ടല്ല, പഠിച്ചെടുത്ത പുസ്തകങ്ങളെ നോക്കിയിട്ടല്ല, കാണാപ്പാട് അറിയാവുന്ന കുറെ കാര്യങ്ങളെ നോക്കിയിട്ടല്ല, നിങ്ങളെ ആൾക്കാർ പ്രാർത്ഥനക്കാരി, അത്ഭുത പ്രവർത്തകൻ, വിശുദ്ധ എന്ന് വിളിക്കുന്നത് നോക്കിയിട്ടല്ല. നീ നേരെ നിൽക്കേണ്ട ഒറ്റ കാര്യത്തിലാണ്, നേരെ നിർത്തിയവനെ നോക്കിയിട്ട്.
പിടികിട്ടണുണ്ടോ? നമ്മളെ ഇവിടെ നിർത്തിയത് കർത്താവാണ്. ചെറിയവന്റെയും വലിയവന്റെയും മുമ്പിൽ നിർത്തും. സുവിശേഷം പ്രഘോഷിക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തി, ഒരു കുടുംബം, ഒരു വ്യക്തി ജീവിതം, നിങ്ങൾ ശുശ്രൂഷ മേഖലകളിൽ വഴി അടഞ്ഞു പോയവരൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങിയേക്കണം. കർത്താവെ, ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ ചൈതന്യം, അവസരങ്ങളെല്ലാം നിന്നെക്കുറിച്ച് ഒരു കാലത്ത് ജീവൻ വരെ പണയപ്പെച്ച് പ്രഘോഷിച്ച ആളുകൾ, ഒരു കാലത്ത് മടി പിടിച്ച് അടിഞ്ഞൊതുങ്ങിയിരുന്നവർ, ഈ തീ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ആ വെളിച്ചം കിട്ടാൻ വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കണം. ചെറിയവരുടെയും വലിയവരുടെയും മുമ്പിൽ അവൻ നിന്നെ നിർത്തി അവനെക്കുറിച്ച് പ്രഘോഷിക്കാൻ നിന്റെ നാവിനെ, ജീവിതത്തെ അഭിഷേകം ചെയ്യും. പറ ഹല്ലേലൂയ. ആ ചെറിയവർ ചിലപ്പോൾ ഇന്ന് വീട്ടിൽ നിൽക്കുന്ന ആ ജീവിത പങ്കാളിയായിരിക്കും, മക്കളായിരിക്കും. അവരോട് നീ സുവിശേഷം പറ, അവരോട് നീ ഈശോയെ വിശ്വസിക്കാൻ പറ. വലിയവരുടെ മുമ്പിലും നിന്നെ നിർത്തും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ഇതിൻ്റെ ഒരു ക്ലൈമാക്സിൽ പൗലോസ്ലീഹയുടെ ഒരു കോമഡി ഉണ്ട്. കോമഡി എന്ന് വെച്ചാൽ ഈ ധൈര്യം കൂടുന്നവൻ കോമഡി അടിക്കും. ധൈര്യം കൂടുന്നവന് പിന്നെ ഒരുത്തിനും പേടിയില്ല. പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നാൽ പിന്നെ പേടിയെന്നൊരു സംഭവം പോയി. രാജാവല്ല, പ്രധാനമന്ത്രിയല്ല, ആര് വന്നാലും പ്രഘോഷിക്കുന്നത് ദൈവത്തെക്കുറിച്ചാണ്. ഈ അധികാരിക്ക് അധികാരം കൊടുത്തവൻ, ഈ രാജാവിൻ്റെ മേൽ ഭരണമുള്ള രാജാതിരാജനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഭയമില്ല, ചിരി മാത്രമേ ഉള്ളൂ. പൗലോസ്ലീഹ ഇങ്ങനെ വലിയ തൻ്റെ ഇടത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അഗ്രിപ്പ രാജാവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. 28-ാമത്തെ വാക്യം. അപ്പോൾ അഗ്രിപ്പ പൗലോസിനോട് പറഞ്ഞു, എളുപ്പത്തിൽ എന്നെ ക്രിസ്ത്യാനിയാക്കാമെന്നാണോ? എന്നുവെച്ചാൽ ശരിക്കും പറഞ്ഞ് ഇങ്ങേർക്കൊരു ധ്യാനം കൂടി അനുഭവമായി അഗ്രിപ്പ രാജാവിന്. ഇത് കേട്ടിരിക്കുന്നത് കാരണം വചനത്തിൻ്റെ ശക്തി എന്താണ്? ഇരുവായ്ത്തല വാളാണ്. പറയുന്നവനെയും കേൾക്കുന്നവനെയും മുറിപ്പെടുത്തി അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കും. ചങ്ക് പൊട്ടിക്കൊണ്ടാണെന്ന് അറിയത്തില്ല. പക്ഷേ രാജാവല്ലേ, ഗമ കളയാൻ പറ്റുമോ? ഒരു രാജാവും ചോദിക്കാത്ത ചോദ്യമാണ് ഇങ്ങേര് ചോദിക്കുന്നത്. എന്തേ എളുപ്പത്തിൽ എന്നെ നന്നാക്കാന്നാണോ നിൻ്റെ വിചാരം? ചിലപ്പോൾ നിങ്ങളിത് കേട്ടിട്ടുണ്ടാകും. നിങ്ങളുടെ വീട്ടിലോ നാട്ടിലോ ഒക്കെ ആരോടെങ്കിലുമൊക്കെ സുവിശേഷം പറയുമ്പോൾ, പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ, ഓ ഇപ്പം നന്നാക്കും എന്നാണോ വിചാരം? പൗലോസിലെ പറയുന്നൊരു കാര്യമുണ്ട്. ആ കാര്യം നിങ്ങൾ തിരിച്ചു പറഞ്ഞേക്കണം. ഈ ധൈര്യത്തോടെ, പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യത്തോടെ പറഞ്ഞേക്കണം. അടുത്ത വാക്ക് ഇങ്ങനെയാണ് പൗലോസിലെ പറയാം. 29-ാം വാക്യം. പൗലോസ് പറഞ്ഞു, എളുപ്പത്തിലോ അല്ലാതെയോ നീ മാത്രമല്ല, ഇന്നെൻ്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ചങ്ങലയുടെ കാര്യത്തിൽ ഒഴികെ എന്നെപ്പോലാകണമെന്നാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഉത്തരം ഈ തർക്കുത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജാവാണ് ചോദിക്കുന്നത്, നിനക്കെന്നാ, നിൻ്റെ വിചാരം എന്നാ? നിൻ്റെ ഈ ഒരു പ്രസംഗം കാരണം ഞാൻ മാനസാന്തരപ്പെടുമോ? ഞാൻ ക്രിസ്ത്യാനിയാവുമോ? അത് എളുപ്പമെന്നാണ് നിൻ്റെ വിചാരിക്കുന്നത്? പൗലോസിനെയാണ്, എടാ രാജാവേ, എളുപ്പത്തിലായാലും ഇച്ചിരി കഷ്ടപ്പെട്ടാണേലും നീ മാത്രമല്ല, ഈ കേട്ടിരിക്കുന്ന സകലരും. കോമഡി എന്നാണെന്നറിയോ? ചങ്ങലക്കിട്ടേക്കാണ്. ഈ ചങ്ങലയുടെ കാര്യമൊന്നും എനിക്കറിയത്തില്ല. ഇത് മാനസാന്തരപ്പെടുമോ എനിക്കറിഞ്ഞൂടാ. ആ ചങ്ങലയുടെ കാര്യത്തിലൊഴികെ ഇവിടെ ഇരിക്കുന്ന സകല അണ്ണന്മാരും എന്നെപ്പോലാവണം എന്ന് വെച്ചാൽ കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിനെ പ്രഘോഷിക്കുന്നവരാകണം എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. സോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ പേരിൽ, നിങ്ങളൊരു ധ്യാനം കൂടുന്നതിൻ്റെ പേരിൽ, ഒരു വർഷത്തിൽ ഒന്നിൽ കൂടുതൽ ധ്യാനം കൂടിയതിൻ്റെ പേരിൽ കളിയാക്കപ്പെടുമ്പോൾ, അയ്യോ വിശ്വാസി, അയ്യോ പ്രാർത്ഥനക്കാരൻ, അയ്യോ പള്ളി നിരങ്ങി, പറഞ്ഞേക്കണം, നീയും നീ പറഞ്ഞവരും നിൻ്റെ കൂടെയുള്ളവരും സകലരും എന്നെപ്പോലെ ആകണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെ ആവുകയും ചെയ്യും. കാരണം പറഞ്ഞേക്കുന്നത് ആരെക്കുറിച്ചാണ്? ഈശോയെക്കുറിച്ചാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റ കാര്യത്തിലായിരുന്നു പൗലോസിൻ്റെ ആത്മധൈര്യം കിട്ടിയത്. ഈ സ്വർഗീയ ദർശനത്തോട് ഞാൻ അനുസരണക്കേട് കാണിച്ചില്ല. കർത്താവിനോട് അനുസരണക്കേട് കാണിച്ചില്ലേ, രാജാവിൻ്റെ മുമ്പിൽ പോലും തല നേരെ കർത്താവ് നിർത്തും. നിന്റെ മുമ്പിൽ വാതിലടച്ച് കളഞ്ഞവനെ, നിന്നെ കൊല്ലാൻ നിൽക്കുന്നവൻ്റെ മുമ്പിൽ, നിന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവൻ്റെ മുമ്പിൽ പോലും നിന്നെ നേരെ നിർത്തും. തൻ്റെ ഇടത്തോടെ നീ എന്നെ കുടുക്കിയിട്ടേരിക്കായിരിക്കും ഈ ചങ്ങല. ഇതിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. പക്ഷേ ഈ ചങ്ങലയിൽ നീ എന്നെ കൂട്ടിയിട്ടാലും, ഈ കൂട്ടിയിട്ടവൻ്റെ മുമ്പിൽ, എന്നെ പിടിച്ചു കെട്ടിയവൻ്റെ മുമ്പിൽ, എൻ്റെ വഴി തടസ്സപ്പെടുത്തിയ ഈ ശത്രുവിൻ്റെ മുമ്പിലും ഞാൻ ഈശോയെക്കുറിച്ച് പറയും. പറഞ്ഞേ ഹല്ലേലൂയ. ധൈര്യം ഉണ്ടോ അതിനൊക്കെ? അച്ഛനോട് ചോദിക്കും. ചങ്ങലയ്ക്കൊന്നും ആരും ഇട്ടിട്ടില്ല. പൗലോസിലെയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് കളിയാക്കാണ്. വാള് വെച്ചൊക്കെ ഇപ്പം തരും ചെറുക്ക എന്നൊക്കെ പറയുന്നുണ്ട്. നീയൊക്കെ എന്നെ പ്രഘോഷിച്ചു, നീയൊക്കെ എന്നെ അനുസരിച്ചു എന്നൊക്കെ. ജീവിതം പറഞ്ഞാലും തീരെയല്ല ഈ പൗലോസ്ലീഹയുടെ കാര്യങ്ങൾ. നമുക്ക് നമ്മുടെ ചങ്കടിച്ചു പോകും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ. വായിക്കണം കേട്ടോ. പൗലോസിനെ തന്നെ ഒത്തിരി അധികമായിട്ട് സ്നേഹിച്ച് വായിക്കണം. ഈശോയുടെ മനസ്സറിഞ്ഞ ഒരു വിശുദ്ധനാണ്. അത്രയധികം ഒരു ദിവസം അറിഞ്ഞു, പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. മരിച്ചു, അവസാനം ജീവൻ കൊടുത്തു പോലും ഈശോയെ സ്നേഹിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിക്കൊള്ളുക. കർത്താവിനെ വിശ്വസിക്കുക, സ്നേഹിക്കുക, അനുസരിക്കുക. ആൻഡ് ഫൈനൽ തിങ്,
ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഏറ്റവും വലിയൊരു കാര്യം, കർത്താവിന് ഇഷ്ടം തോന്നാൻ വേണ്ടി ഏറ്റവും വലിയൊരു കാര്യം അവിടത്തേക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. താങ്ക്സ് ഗിവിങ്. ഈ ക്രിസ്മസ് കാലത്തൊക്കെ ഈ പുൽക്കൂട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഈശോയുടെ അടുത്തൊക്കെ ചെന്നിട്ട് ഈ കടം മാറിയതിനോ വേദന മാറിയതിനോ അല്ല, ഒറ്റ കാര്യത്തിന് വേണ്ടി ഇപ്രാവശ്യം നന്ദി പറഞ്ഞേക്കണം. എന്തിനാണെന്നറിയോ? പാതിരാ കുർബാനയ്ക്കൊക്കെ പോയി കഴിഞ്ഞ് പുൽക്കൂട് സന്ദർശിക്കാൻ പോകുമ്പോൾ ആ രൂപത്തെ നോക്കിയിട്ടൊന്നും അല്ല, നിനക്ക് വേണ്ടി ജനിച്ച ആ ഈശോയെ നോക്കിയിട്ട് പറഞ്ഞേക്കണം, ഒറ്റ കാര്യത്തിന് ഞാൻ എന്തായാലും നന്ദി പറയാണ്. കാരണം അത് വേറെ ആരും ചെയ്തിട്ടില്ല. നിനക്ക് വേണ്ടി ജനിച്ചു. കിട്ടുന്നുണ്ടോ? ആ വാക്ക് ചുമ്മാ കളഞ്ഞേക്കല്ലേ. നിനക്ക് വേണ്ടി ജനിച്ചു. അങ്ങനെ ഒരാളുണ്ടോ? വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പ്രാണസഖി പ്രാണസഖനെയൊക്കെ നോക്കിയിട്ടൊക്കെ പറഞ്ഞു, എനിക്ക് വേണ്ടി ജനിച്ചതാണ് നീ. ചുമ്മാ അതൊക്കെ ചുമ്മാ. ഒന്നുകിൽ ഉത്തമഗീതം, ഇല്ലെങ്കിൽ അയാൾ ഞാൻ തമ്മിൽ സിനിമയിൽ നിന്ന് കോപ്പി അടിച്ചല്ലേ വെറുതെ. അങ്ങനെ നമുക്ക് വേണ്ടി ജനിച്ച ആരുമില്ല, ഒരാളേ ഉള്ളൂ. ആര്? ഈശോ. ഈ മക്കൾ പോലും ജനിച്ചത്, ഇപ്പോൾ ഉള്ള ജീവിത പങ്കാളി പോലും ജനിച്ചത്, അൾട്ടിമേറ്റ്ലി അവരെല്ലാം ജനിച്ചത് ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈശോ നമുക്ക് തന്നവരാണ്. എനിക്ക് വേണ്ടി ജനിച്ച ഒരാളേ ഉള്ളൂ. ഇനി അതിൻ്റെ അങ്ങേ ക്ലൈമാക്സ്, അതിൻ്റെ ഒരു ഇൻ്റർവെൽ സീനിൽ എനിക്ക് വേണ്ടി ജീവിച്ചതും ശരിക്കും പറഞ്ഞാൽ ഒരാളെ. മക്കളോടൊക്കെ നമ്മളിങ്ങനെ പറയുമായിരിക്കും, നിങ്ങൾക്ക് വേണ്ടിയാടാ മക്കളെ ജീവിക്കണേന്ന്. നിങ്ങൾക്കൊരു ഒരു പരിമിതിയില്ലേ സാർ? നിനക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ആരെങ്കിലും അങ്ങനെ ജീവിക്കുന്നുണ്ടോ? ചുമ്മാ പറഞ്ഞു. വെടുവാഗ്ദാനം പടുവാഗ്ദാനങ്ങൾ ജീവിക്കുന്ന ഒരാളേ ഉള്ളൂ. ഇനി മരിക്കുന്നതോ? നിനക്ക് വേണ്ടി ഞാൻ മരിക്കാം, 7 കൊട്ടുമുട്ടികൾ ഞാൻ കീഴടക്കാം. നല്ല ചിത്രകഥ, അടുത്ത പേജ് മറിക്കട്ടെ എന്ന് നമുക്ക് പറയാം. പക്ഷേ എനിക്ക് വേണ്ടി മരിച്ചതും ഒരാൾ മാത്രം. അതുകൊണ്ട് ഇത്തവണ ക്രിസ്തുമസിന് ഈശോയുടെ അടുത്ത് ചെന്ന് പറയേണ്ടത്, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിക്കുന്ന സമയത്ത് നാവിലേക്ക് ഈശോ ഇറങ്ങി വരും, ഒരു ചുംബനമായിട്ട് ഈശോ ഇറങ്ങി വരുമ്പോൾ പറഞ്ഞേക്കണം, എനിക്ക് വേണ്ടി ജനിച്ചതിന്, എനിക്ക് വേണ്ടി ജീവിച്ചതിന്, എനിക്ക് വേണ്ടി മരിച്ചതിന്, ഇപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നതിന് എൻ്റെ പൊന്നപ്പോ താങ്ക് യു, നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ നന്ദി പറയുന്ന ഒരു ജീവിതത്തെ ഈശോ ഒത്തിരി അധികം സ്നേഹിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 8-ാമത്തെ അധ്യായത്തിലേക്ക് വരിക. 20-ാമത്തെ വാക്യം വായിച്ചു. നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിൽ നിന്ന് അവൻ അവിടത്തേക്ക് ഒരു ദഹനബലി അർപ്പിച്ചു. ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി, മനുഷ്യൻ കാരണം ഭൂമിയെ ഇനി ഒരിക്കലും ഞാൻ ശപിക്കില്ല. ആ വാക്ക് ശ്രദ്ധിക്കണേ, പ്രസാദം. പുകയടിച്ച് പ്രസാദമായെന്നല്ല, ഈ പുകയാണോ അതിനകത്ത് കാര്യം? ദഹനബലി, താങ്ക്സ് ഗിവിങ്, ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പ്രളയം അവസാനിച്ചതിന്, ഭൂമി വീണ്ടും ശാന്തമായതിന്, കിട്ടിയ ഒരു അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞപ്പോൾ അത് ദൈവത്തിന് പ്രസാദകരമായി. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി കഴിയുമ്പോൾ സങ്കടത്തോട് ചോദിക്കുന്നുണ്ട്, 10 അല്ലേ നന്നാക്കി വിട്ടത്, ഒരെണ്ണത്തിനെ വരാൻ തോന്നിയുള്ളോ? പ്രസാദിക്കും കർത്താവ്, പ്രസാദിക്കും. നന്ദി നിറഞ്ഞൊരു ഹൃദയത്തെ കർത്താവ് അനുഗ്രഹിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. 69-ാമത്തെ സങ്കീർത്തനം എടുക്കാവോ? Psalm 69, 69-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 30-31 വാക്യങ്ങൾ. 69-ാം സങ്കീർത്തനം 30-31 വായിച്ചേ. ഞാൻ ദൈവത്തിൻ്റെ നാമത്തെ പാടി സ്തുതിക്കും, കൃതജ്ഞതാസ്തോത്രത്തോടെ ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തും. 31 വായിച്ചു. അത് കർത്താവിന് കാളയേക്കാളും കൊമ്പും കുളമ്പുമുള്ള കാളക്കൂറ്റിനേക്കാളും പ്രസാദകരമായിരിക്കും. ഇടുന്നുണ്ടോ? ബലിയർപ്പണം പഴയ നിയമത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്, നമുക്കത് വായിക്കുമ്പോഴേ പിടിക്കുന്നുണ്ടാവും. കാളക്കൂട്ടിനെയും മുട്ടനാടിനെയൊക്കെ ബലിയർപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ദൈവത്തിന് നന്ദി പറയുന്നത് മറ്റേതൊരു ബലിയർപ്പണത്തെക്കാളും കർത്താവിന് പ്രസാദകരമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. സങ്കീർത്തനം 116 അതിൻ്റെ 17-ാമത്തെ വാക്യം. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാബലി അർപ്പിക്കും, ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. എന്ന് വെച്ചാൽ പ്രാർത്ഥനയുടെ ഒരു രീതി സങ്കീർത്തകൻ പറയാണ്, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നുണ്ട്, നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അതിന് മുമ്പാണ് കൃതജ്ഞതാ ബലി അർപ്പിക്കണം. നാളിതുവരെ തന്നതിനെല്ലാം നന്ദി പറഞ്ഞിട്ട് വേണം നമ്മൾ പ്രാർത്ഥനകൾ സമർപ്പിക്കാൻ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. സോ 4 സ്റ്റെപ്പുകൾ, 4 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന 4 കാര്യങ്ങൾ. 1, ദൈവത്തെ സ്നേഹിക്കുക. 2, കർത്താവിനെ വിശ്വസിക്കുക. 3, കർത്താവിനെ അനുസരിക്കുക. 4, കർത്താവിനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. 4 കാര്യങ്ങൾ മറന്നുപോവോ? ഇത് നമുക്കൊന്ന് പരിശ്രമിക്കണം കേട്ടോ. ക്രിസ്മസിൻ്റെ ഏറ്റവും അടുത്ത മണിക്കൂർ, ഈശോയെ കാണാനുള്ള ഏറ്റവും അടുത്ത മണിക്കൂർ, ആ ഒരു സ്നേഹം വീണ്ടും അനുഭവിക്കാനുള്ള ഒരു മണിക്കൂർ, പുതുവർഷത്തിലേക്ക് കടക്കാൻ വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രം. 2024 നമുക്കൊരു അഭിഷേകത്തിൻ്റെതായിട്ട് മാറ്റണം. ഒത്തിരി കാര്യങ്ങൾക്ക് നന്ദി പറയാനുള്ളൊരു വർഷമായിട്ട് 2024 മാറണം.
അതിന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? 2023 അവസാനിക്കാൻ പോവാണ്. ഈ കഴിഞ്ഞ 12 മാസങ്ങളിൽ നമുക്ക് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സന്തോഷം ഉണ്ടായിട്ടുണ്ടോ? സങ്കടങ്ങളേ ഉണ്ടായിട്ടുള്ളൂ കർത്താവേ. അങ്ങനെയല്ലല്ലോ, നമുക്ക് ഒത്തിരി സന്തോഷങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ മാനുഷികമായിട്ടൊക്കെ ഉള്ള സഹനങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മേക്ക് ഷുവർ ഈ വരുന്ന ദിവസങ്ങളിൽ താങ്ക് യു പറയും, ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. 2024 കുറിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങുന്നതിന് മുമ്പ് 2023 നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. 2023 ഡിസംബർ മാസം 31 തീയതി വൈകുന്നേരം 7:30 മുതൽ 12:30 വരെ നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നുണ്ട്. നിങ്ങൾക്ക് വരാൻ പറ്റുമോ? സാധിക്കുന്നവർ എന്തായാലും വരിക. നിങ്ങളുടെ ഇടവക ദേവാലയത്തിലൊക്കെ ശുശ്രൂഷ ഉണ്ടെങ്കിൽ വെരി ഗുഡ്. കൂട്ടായ്മയിൽ എപ്പോഴും ഒരുമിച്ച് ചേരുന്നത് നല്ലതാണ്. ഇങ്ങോട്ട് വരാൻ സാധിക്കുന്നവർ 31 തീയതി രാത്രി 7:30 വരിക. നമുക്ക് പ്രാർത്ഥിക്കാം, നന്ദി പറയാം, വചനം കേൾക്കാം, ആരാധിക്കാം. വിശുദ്ധ കുർബാനയോടുകൂടി, ആരാധനയോടുകൂടി 2024 നമുക്ക് ഒരുമിച്ച് കയറാം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. സാധിക്കുന്നവർ വരിക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊക്കെ പറയുക, ഈ വർഷത്തെ അവസാനത്തെ ശുശ്രൂഷ, അടുത്ത വർഷത്തെ ആദ്യത്തെ ശുശ്രൂഷ നമുക്ക് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. കർത്താവിനെ ആരാധിച്ചുകൊണ്ട് തുടങ്ങാം. നന്ദി പറഞ്ഞുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും പുതിയൊരു വർഷത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. അതുകൊണ്ട് ഈ ഒരു ദിവസങ്ങളിൽ ഒരുക്കത്തിനുള്ള ദിവസങ്ങളാണ്. നന്ദി പറഞ്ഞുകൊണ്ട് ഒരുങ്ങുക. ഇതുവരെ നടത്തിയ എല്ലാ കാര്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ പ്രസാദകരമായൊരു ജീവിതം. പരിശുദ്ധ അമ്മയെ നോക്കി കർത്താവിന് നിന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ദാനിയേലിനെ നോക്കി ഏറ്റവും പ്രിയങ്കരനെ എന്ന് വിളിച്ചതുപോലെ നമ്മളെ നോക്കി വിളിക്കാൻ ഇടയാവട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. സങ്കീർത്തനം 37 എടുക്കാവോ? നമുക്കിത് അവസാനിപ്പിക്കാം. കർത്താവ് പ്രസാദിച്ചാൽ, കർത്താവിന് പ്രസാദകരമായൊരു ജീവിതം നമ്മൾ നയിച്ചാലുള്ള ഒരു അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. 37 സങ്കീർത്തനം, അതിൻ്റെ 23 24 വാക്യങ്ങൾ. സങ്കീർത്തനം 37 23 24 വായിച്ചേ. മനുഷ്യൻ്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്, തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. 24 കൂടെ വായിച്ചോ. അവൻ വീണേക്കാം, എന്നാൽ അത് മാരകമായിരിക്കില്ല, കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. സോ 2024 നമ്മൾ ഇറങ്ങുമ്പോൾ ഈ 4 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുക. ഓക്കെ. ഈ 12 മാസത്തേക്ക് ഒരു 4ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്താൽ ഒരു 3 മാസം ഒരു വചനം അനുസരിക്കാൻ ശ്രമിക്കുക. നിയോഗങ്ങളൊന്നും വെച്ചോണ്ടല്ല കേട്ടോ, ഞാൻ നിങ്ങളെ പറ്റിക്കുന്നില്ല. നിയോഗങ്ങളൊന്നും വെച്ചോണ്ട് അല്ല. ഒരു 3 മാസം ഓരോ വചനം അനുസരിക്കുക, ഓരോ റൂൾസ് അനുസരിക്കുക. ഒരു 3 മാസം നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ പരിശ്രമിക്കുക. അതിനായിട്ട് നിർത്താനല്ല, ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. 3 മാസം എത്ര തകർന്നിരുന്നാലും കഠിനമായിട്ട് അങ്ങ് വിശ്വസിക്കുക. 3 മാസം നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പോലും വന്നാലും കർത്താവിനെ അനുസരിക്കാൻ ശ്രമിക്കുക. അടുത്ത അവസാനത്തെ ഒരു 3 മാസം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. 2024 വലിയൊരു അഭിഷേകത്തിൻ്റെ മാറും. സഹനങ്ങൾ ഉണ്ടാവില്ലെന്നല്ല, വേദനകൾ ഉണ്ടാവില്ലെന്നല്ല, ക്രൈസിസുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ വന്നേക്കാം. എന്നാൽ കർത്താവിനെ പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് പിടിച്ചിട്ടുണ്ട്. വീണാലും അവനെ കർത്താവ് പിടിച്ച് നേരെ നിർത്തി സുസ്ഥിരനാക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ആ വാക്യം ശ്രദ്ധിച്ച് കേട്ടെ. മനുഷ്യൻ്റെ പാദങ്ങളെ, അച്ഛൻ ഇച്ചിരി തെറ്റിച്ച് വായിക്കട്ടെ. നിങ്ങളുടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതങ്ങളെ 2024 നയിക്കുന്നത് ആരാണ്? കർത്താവാണ്. തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. 2024 നീ വീണുപോയേക്കാം, എന്നാൽ അത് മാരകമായിരിക്കില്ല. പറഞ്ഞേ ആമേൻ. പറ, ശക്തിയോടെ പറ ഹല്ലേലൂയ. എന്തെന്നാൽ കർത്താവ് എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പറ ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ടോ? പ്രത്യാശിക്കുന്നുണ്ടോ? അനുസരിക്കാൻ തയ്യാറാണോ? അനുഗ്രഹം പുറകെ വരും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. പൗലോസ് ഇങ്ങനെ കൊറിന്തോസുകാർക്ക് എഴുതുമ്പോൾ 2 കൊറിന്തോസ് 5 അധ്യായം അതിൻ്റെ 9 വാക്യം. 2 Corinthians 5:9. 2 കൊറിന്തോസ് 5:9 പൗലോസ് ഇങ്ങനെ പറയാണ്, അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. സോ 2024 നമ്മുടെ ലക്ഷ്യം ഇതായിരിക്കണം. എന്ത്? ഈശോയെ പ്രസാദിപ്പിക്കുക. 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആ രീതിയിൽ ഒറ്റ വർഷം നമുക്ക് ഈശോയെ പ്രസാദിപ്പിക്കുന്ന, അനുസരിക്കുന്ന, സ്നേഹിക്കുന്ന, വിശ്വസിക്കുന്ന, മുറുകെ പിടിക്കുന്ന ഒരു വർഷത്തിലേക്ക് പ്രാർത്ഥനയോടെ ഈ മണിക്കൂറുകളിൽ നമുക്ക് പ്രവേശിക്കാം. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്, അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. നമ്മളിനി അടുത്ത വർഷം കാണുമെന്ന് തോന്നുന്നു. അല്ല, 31 തീയതി കാണും. അപ്പോൾ പ്രാർത്ഥിച്ചൊരുങ്ങുക. ഇവിടുത്തെ ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ.